السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان هامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم، وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. صدق الله العلي العظيم، صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين، الحمد لله رب العالمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. സംഘടിപ്പിക്കുന്ന അതോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണം ൊക്കെയാണ് നമ്മളൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഈ മഹത്തായ വേദിയിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KPS തങ്ങൾ അധ്യക്ഷ ഭാഷണം നടത്തിയ മഹല്ലിന്റെ അനീസ് അവർ സ്വാഗത ഭാഷണം നടത്തിയ മുഹമ്മദ് സഹൽ, മഹത്തായ വേദിയിൽ മുകളിലായിരിക്കുന്ന എൻ്റെ അഭിമന്യരായ ഉസ്താദ് റഫീഖ് അലി ഹുദവി ഉസ്താദ് അവർ, മറ്റുള്ള നമ്മുടെ വേദിയിലുള്ള പ്രഗത്ഭരായ ഉലമാക്കൾ സദസ്സിനെ വിളിച്ചു കൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിലേക്ക് വരാൻ തീരുമാനിച്ചത് 12 മണിക്കാണ്. ഇന്ന് 12 മണിക്കാണ് ഈ പരിപാടിക്ക് വരാമെന്ന് ഉറപ്പിച്ചത്. ശബ്ദത്തിന്റെ തകരാറുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ സംഘാടകരുമായി ബന്ധപ്പെടുകയും വേറെ ഒരാളെ പകരത്തിന് അയക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നിലക്കും വീഴ്ച ചെയ്യാത്തത് കൊണ്ട്, അവർക്ക് കുഴപ്പമുണ്ടായത് കൊണ്ടല്ല, അത് കേൾക്കാൻ വരുന്ന ആളുകളിൽ അവര് കുഴപ്പമുണ്ടാക്കുമോ എന്ന പേടി നിർബന്ധിപ്പിച്ച് ഇവിടെ എത്തിച്ചതാണ്. സംസാരിക്കാനുള്ള, പ്രഭാഷണം നടത്തുന്നില്ല, ശബ്ദം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ പെർഫോം ചെയ്യാൻ എനിക്ക് കഴിയൂല. പ്രത്യേകിച്ച് ശബ്ദം അടഞ്ഞു പോയാൽ
മിനിമം ഒരു ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ 2-3 ദിവസമെങ്കിലും റെസ്റ്റ് എടുത്താൽ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ലൈവ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ആളൊരു പരിപാടിയുണ്ട് കൊടുവള്ളിയിലാണ്, അവരോട് ഞാൻ വരൂലെന്നാണ് പറഞ്ഞത്. ഒരാഴ്ച റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഇവര് റഫീഖ് ഉസ്താദ് വിളിച്ച് ബുക്ക് ചെയ്ത പരിപാടി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വാശി വഹിക്കാൻ കഴിയാത്തത്. ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഒരു ലൈവ് കണ്ടാൽ നാളെ അവർ പറയുന്നത് അവിടെ പോയിട്ടില്ലെന്ന് ഇവിടെ വരണം, ഇതിനെനിക്കൊന്നും പറയാൻ വോയിസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ തകരാറുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി. നമ്മുടെ സംഘാടകർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഘാടകരുടെ വിഷമവും അറിയാം. എന്നാലും ശാരീരികമായ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ നമ്മൾ വിചാരിക്കുമ്പോൾ ആകുന്നതല്ലല്ലോ, അപ്രതീക്ഷിതമായിട്ട് വരികയാണ്. അപ്പൊ എൻ്റെ പെട്ടെന്ന് നാളെ ഇന്ന് വിളിച്ച് പറയും നാളത്തെ വാതില്ല ക്യാൻസലായി. ചിലപ്പോൾ സംഘാടകർ വിളിക്കുകയേ ഇല്ല. ഞാൻ അവരെ ബന്ധപ്പെടും, നാളത്തെ പരിപാടി ഉണ്ടോ, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ആ പരിപാടി ഞങ്ങൾ നേരത്തെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അഥവാ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് പറയാം. അതിന് എനിക്ക് പരിഭവങ്ങളും പരാതിയൊന്നും നിങ്ങൾ എന്ത് നടത്താത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടാനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംഘാടകരായ നിങ്ങളും പോലെ സഹകരിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ദാമ്പത്യ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ വളരെ പ്രധാനമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദാമ്പത്യ ജീവിതം, അതിലേക്കൊരു എത്തിനോട്ടമാണ് വളരെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ വിവാഹം കഴിക്കുകയും കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. 25-22 വയസ്സാകുമ്പോഴേക്കും പുരുഷന്മാർ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ 13 വയസ്സിൽ തന്നെ പ്രണയം തുടങ്ങുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള വിവാഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് 18 വയസ്സാകുമ്പോഴാണ്. കോടതികളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ബഹുഭൂരിഭാഗവും കുടുംബ പ്രശ്നങ്ങളാണ്. ഭർത്താവുമായി ഭാര്യയ്ക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല, ഭാര്യയുമായി ഭർത്താവിന് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആഴ്ചകൾ കൊണ്ടും മാസം കൊണ്ടും വർഷങ്ങൾ കൊണ്ടൊക്കെ ഡിവേഴ്സിലേക്ക് എത്തുന്ന, വിവാഹമോചനത്തിലേക്ക് എത്തുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ വെള്ളം ഇരുന്നിട്ടാണ് കുടിക്കാനുള്ളത്. ഇന്ന് ശബ്ദത്തിന്റെ പ്രശ്നമുള്ളത് ഇടയ്ക്കിടെ ഇരുന്നതിന് വേദന പറയും. അപ്പൊ നിങ്ങളോട് ആദ്യം തന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാം. വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നിട്ടാണ് കുടിക്കുന്നത്, നിന്നിട്ട് കുടിക്കാൻ പാടില്ല. അത്യാവശ്യങ്ങളിൽ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. ഞാൻ ഇടയ്ക്കിടെ 5 മിനിറ്റ് ഇരുന്നിട്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് വേദന തടസ്സം. അതുകൊണ്ട് ഇന്ന് വെള്ളം കുടിക്കാൻ ചിലപ്പോൾ ഞാൻ നിന്നിട്ട് കുടിക്കും. ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. വെള്ളം കുടിച്ചിട്ട് എന്താ ചൂട്, എന്താ കുടിച്ചില്ലെങ്കിൽ പ്രസംഗിക്കാൻ ചായ എന്താ ചൂടുണ്ടാവും. നല്ല വെള്ളം എന്നെ ചൂടൊന്നുമില്ല, ചെറിയ അപ്പോ ദാമ്പത്യ ജീവിതം നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ ആളുകൾ
വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. വിവാഹം കഴിക്കണം, കുട്ടികളുണ്ടാവണം, വീട് വെക്കണം, വണ്ടി വാങ്ങണം എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനു മുമ്പ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആണുങ്ങൾ അഥവാ പുരുഷന്മാരായ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും എന്താണ് ഒരു ഭർത്താവിന്റെ കടമ എന്ന് പഠിക്കണം. സ്ത്രീകൾ നിർബന്ധമായും എന്താണ് ഒരു ഭാര്യയുടെ കടമ എന്നും പഠിക്കണം. നമ്മളൊക്കെ പഠിക്കുന്നത് പുരുഷന്മാര് ഭാര്യമാരുടെ കടമകൾ പഠിക്കും. എന്നിട്ട് ഭാര്യമാരോട് പഠിക്കും അങ്ങനെയൊക്കെ കടമ ഉണ്ട് കേട്ടോ എന്ന് പറയും. ഭാര്യമാര് പഠിക്കുന്നത് ഭർത്താക്കന്മാരുടെ കടമയാണ്. യൂട്യൂബിലൊക്കെ പോയാൽ എത്രയോ വാദകൾ ഉണ്ടാവും, ദാമ്പത്യ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വാദകൾ. സ്ത്രീകൾ കേൾക്കുക ഭർത്താക്കന്മാരുടെ കടമകളായിരിക്കും, പുരുഷന്മാർ കേൾക്കുക ഭാര്യമാരുടെ കടമകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നന്നാവുന്നത്. സത്യത്തിൽ നമ്മൾ കേൾക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ നമ്മൾ നന്നാവും. ഭർത്താവ് കേൾക്കേണ്ടത് ഭർത്താവിന് ആവശ്യമാണ്, ഭർത്താവ് നന്നാവും. ഭാര്യ കേൾക്കേണ്ടത് ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് ഭാര്യ നന്നാവും. നമ്മളെപ്പോഴും മറ്റുള്ളവരുടേതാണ് നമ്മൾക്ക് ആവശ്യമായി നമ്മൾ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്തായാലും എന്ത് ചെയ്യണം? നമ്മുടേതായ കടമകൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് അഥവാ നിമിത്തങ്ങൾ ജീവിതത്തിൽ ഒറ്റൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹജ്ജിൽ വെച്ച് വളരെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ മഹത്തായ ഒരു പ്രഭാഷണ നിമിത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഒരു പ്രഭാഷണ നിമിത്തങ്ങൾ നടത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായി ചർച്ച ചെയ്തത് ഭാര്യയ്ക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകൾ, ഭർത്താവിന് ഭാര്യമാരോടുള്ള കടമകളൊക്കെയാണ്. وقال رسول الله صلى الله عليه وسلم നിമിത്തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തി, അലാ നിങ്ങൾ അറിയണം, ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കടമകളുണ്ട്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും കടമകളുണ്ട്. ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖാ വലിനിസാഇക്കും അലൈക്കും ഹഖാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോടും അതേപോലെ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോടും ഒരുപാട് കടമകളുണ്ട്. ഫഅമ്മാ ഹഖ്ഖുകും അലാ നിസാഇക്കും, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങളോടുള്ള കടമകൾ അഥവാ ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ, അല്ലാ യൂതിന ഫുർഷകും മൻ തക്റഹൂന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ സ്ത്രീകൾ അടുപ്പിക്കാൻ പാടില്ല. അല്ലാ യൂതിന ഫുർഷകും മൻ തക്റഹൂന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ, ഭർത്താവിന് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ, ഭർത്താവിന് അത്തരം ആളുകളുടെ മുമ്പിൽ ഇറങ്ങിച്ചെല്ലുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഭാര്യമാര് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല. വാട്സപ്പിലായാലും ഫോൺ മുഖേനയായാലും നേരിട്ടാണെങ്കിലും ശരി, അത് ഫാമിലിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി. അല്ലാ യുതിന ഫുർഷകും മൻ തക്റഹൂന, നിങ്ങൾ വെറുക്കുന്നതോ ഭർത്താക്കന്മാർക്ക് അനിഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ആളുകളോട് ഒരു കാരണവശാലും ഭാര്യമാർ അടുക്കാൻ പാടില്ല. വലാ യഅ്ദന്ന ഫീ ബുയൂതികും ലിമൻ തക്റഹൂന, നിങ്ങൾ വെറുക്കുന്നവരെ അവർ വീട്ടിലേക്ക് അടുപ്പിക്കാൻ പാടില്ല. അഥവാ ഭർത്താവിന് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ അത്തരം ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പാടില്ല. എന്നാൽ തന്നെ അവരുടെ മുമ്പിൽ ഇറങ്ങി സംസാരിക്കാൻ പാടില്ല. അവരുമായിട്ടുള്ള ഇടപാടുകൾ, അവരുമായിട്ടുള്ള സംസാരങ്ങൾ, അവരുമായി യാതൊരു ബന്ധമില്ലാതെ മാറി നിൽക്കേണ്ടത് ഓരോ സ്ത്രീകളുടെയും കടമയാണ്. ഭർത്താവ് എപ്പോഴെങ്കിലും അനിഷ്ടം കാണിച്ചിട്ടുണ്ടോ? അതൊരു പക്ഷേ ഭർത്താക്കന്മാരത് പറയും, അവരോട് മിണ്ടരുത്, അവരുടെ അടുക്കരുത് എന്നും പറയും. പക്ഷെ ചില ആളുകളുടെ സ്വഭാവം വെച്ച് ഇത്തരം ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ ഭർത്താവിന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് ഭർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് നല്ലവരായ ഭാര്യമാർക്ക് തിരിച്ചറിയാം.
അങ്ങനെയുള്ളവരോട് ഒരു കാരണവശാലും ഭാര്യമാരെ അടുക്കാനോ സംസാരിക്കാനോ ഒന്നും ഒരു നിലക്കുള്ള ബന്ധം അനുവദനീയമല്ല. അത് പ്രത്യേകമായി സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഞാനിവിടെ ആമായിട്ടൊരു വിഷയം പറഞ്ഞത്, അതിന്റെ പൊതുവെ ഒരു വിഷയമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിന്റെ ആഴങ്ങളിലേക്ക് അകത്തളങ്ങളിലേക്ക് ഇത്തിരി നമ്മൾ അങ്ങോട്ട് ചെല്ലാറില്ല. സംസാരം തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാ ബന്ധങ്ങളും ഏതായാലും ഒഴിവാക്കണം എന്ന രീതിയിൽ മനസ്സിലാക്കണം. പിന്നെയോ അലാ വഹഖുഹുന്ന അലൈക്കും, നിങ്ങൾക്കുമുണ്ട് ചില കടപ്പാടുകൾ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങൾക്കുമുണ്ട് ചില മര്യാദകൾ. എന്താണ് ആ മര്യാദ? തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിന്ന, അവർക്ക് നല്ല അനുയോജ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് ആവശ്യമായ ഭക്ഷണവും വാങ്ങിച്ചു കൊടുക്കണം. ഭാര്യമാർക്ക് അവർക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. വസ്ത്രം എന്ന് പറയുമ്പോൾ ഓരോ ഫംഗ്ഷനുകൾക്ക്, ഓരോ കല്യാണങ്ങൾക്കൊരു വസ്ത്രം വേണമെന്നല്ല. ഓരോ ഫംഗ്ഷനും ഓരോ പ്രോഗ്രാമുകൾക്കും ഓരോ വസ്ത്രം വേണമെന്നല്ല ഇതിന്റെ ഉദ്ദേശം. ഭാര്യമാർക്ക് ധരിക്കാൻ ആവശ്യമായ, അഥവാ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡേകളിൽ, പെരുന്നാളുകൾ, അല്ലെങ്കിൽ ഭാര്യമാരുടെ വസ്ത്രം അവർക്ക് കുറഞ്ഞു വരുമ്പോൾ ധരിക്കാൻ വസ്ത്രമില്ലാത്ത സാഹചര്യങ്ങളിൽ ഭാര്യമാർക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഭാര്യയുടെ ചെലവേറ്റെടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടതില്ല. ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു ഭർത്താവിന് കഴിയുന്നില്ലെങ്കിൽ അവരും കല്യാണം കഴിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജത്തുൽ വദാഇൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ വെച്ച് നടത്തിയ മഹത്തായ പ്രഭാഷണമാണിത്. അതിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും കടമകൾ അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹഖു ശുറൂതി അൻ തൂഫു ബിഹി ഇസ്തഹ്ലൽതും ബിഹി ഫുറൂജ. നിങ്ങളുടെ കടപ്പാടുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബാധ്യതകളുണ്ട്, ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോ ആളുകളോടും അല്ലാഹു ചോദിക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്. വീട്ടിലെ ഭരണാധികാരി വീട്ടിലെ ഭർത്താവാണ്, വീട്ടിലെ ഭരണാധികാരി വീട്ടിലെ ഭർത്താവാണ്. എന്നാൽ മനസ്സിലാക്കണം, ഭർത്താവില്ലാത്ത സമയങ്ങളിൽ വീടിന്റെ ഭരണാധികാരി വീട്ടിലെ ഭാര്യയാണ്. ഭർത്താവുണ്ടാവുന്ന സമയങ്ങളിൽ ഭർത്താവിനെ അടക്കി ഭരിക്കാൻ പാടില്ല. വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിക്കണം, ഭർത്താവിനെ അടക്കി ഭരിക്കുന്നവരാവാൻ പാടില്ല, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്നവരാവാൻ പാടില്ല. വീട്ടിലെ സ്ത്രീകൾ ഭർത്താവിന് അവര് പറയുന്നത് പോലെ അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം. ഭർത്താവ് വീട്ടിലുണ്ടാകുന്ന സമയങ്ങളിൽ ഭർത്താവ് വീട്ടിലില്ലെങ്കിലോ സ്ത്രീകളുടെ കടമ ആ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. മക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വീടിന്റെ ചെലവുകൾ, വീടിന്റെ എല്ലാ എക്സ്പെൻസും എല്ലാം നിയന്ത്രിക്കേണ്ടത് വീട്ടിലുള്ള സ്ത്രീകളാണ്. മക്കൾക്ക് ദീൻ കൊടുക്കേണ്ടത് വീട്ടിലുള്ള ഭാര്യമാരാണ്. മക്കളെ നന്നാക്കേണ്ടതും വീട്ടിലുള്ള ഭാര്യമാരാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ദീനിയായ ഉപദേശം നൽകാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. കാരണം അവരെപ്പോഴും പുറത്താണ്, ജോലിയിലാണവർ. ഗൾഫിലാണ് ചില ആളുകൾ. നാട്ടിലുള്ളവർ തന്നെ രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരുന്നവരാണ്. ചില ആളുകൾ ഉസ്താദുമാരെ പോലെയുള്ള ആളുകൾ ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുന്നവരാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും വീട്ടിലുണ്ടാവാൻ കഴിയില്ല. അവർ പലപ്പോഴും വീടിന്റെ പുറത്തായിരിക്കും. ആരാണ് വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? വീട്ടിലെ സ്ത്രീകളാണെന്ന് മനസ്സിലാക്കണം. ആരാണ് മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടത്? അതും വീട്ടിലെ ഭാര്യമാരാണ്. കാരണം നിങ്ങളാണ് മക്കളുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഭർത്താവ് ഉണ്ടായിരിക്കെ നിങ്ങൾ ഭരണം ഏറ്റെടുക്കുകയോ ഭർത്താവിനെ നിയന്ത്രിക്കുകയോ ഭർത്താവിനെ പേടിപ്പിക്കുകയോ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുകയോ ചെയ്യരുത്.
ഭർത്താവില്ലെങ്കിൽ വീടിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്ക് ഓരോ കടമകളാണുള്ളത്. എല്ലാ ബാധ്യതകളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നിങ്ങൾ വീട്ടേണ്ടത് നിങ്ങളുടെ ഭാര്യമാരുടെ കടമയാണ്. നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ വീട്ടേണ്ട ബാധ്യതകൾ നിങ്ങളുടെ ഭാര്യമാരോടുള്ള ബാധ്യതകളാണ്, നിങ്ങളുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകളാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുപ്രവർത്തകരുണ്ടാകും, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകും, പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും, സാമൂഹിക സേവനം ചെയ്യുന്നവരുണ്ടാകും. അവർക്ക് വലുത് പള്ളിയല്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കടപ്പാടുകൾ വീട്ടിയിട്ട് മതി. പള്ളിയും ആടും പൊതുപ്രവർത്തനവും സേവനങ്ങളും എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും നിങ്ങളുടെ വീടിന്റെ ബാധ്യത നിറവേറ്റിയിട്ട് മതി. ചില ആളുകൾ വീട്ടിൽ തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ രാഷ്ട്രീയ മേഖലകളിൽ സജീവമായ സാന്നിധ്യമുണ്ട്, സംഘടനാ മേഖലകളിൽ സജീവമായ സാന്നിധ്യമുണ്ട്. പക്ഷേ വീടിന്റെ ഉത്തരവാദിത്തം അവർ ശ്രദ്ധിക്കാറില്ല. ഭാര്യ പറഞ്ഞത് അവർ കേൾക്കാറില്ല. ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുകൾ അവർ ചെയ്തു കൊടുക്കാറില്ല. അത് ശരിയല്ല. ആദ്യം നമ്മൾ വീട്ടേണ്ടത് ഇവിടെ വീടിന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഅലമു നാസി ഹഖൻ അലൽ മർഅ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് നബിയേ? ഒരു പെണ്ണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്ത്രീകളുടെ റോൾ മോഡലാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹദി ചോദിക്കുകയാണ് നബിയോട്, അഥവാ ഭർത്താവിനോട്, നബിച്ചങ്ങളായ ഭർത്താവിനോട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അപ്പോഴാണ് നബിച്ചങ്ങൾ പറഞ്ഞത്, സൗജുഹാ, ഒരു പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഭർത്താവിനോടാണ്, അവരുടെ ഉപ്പയോടല്ല, അവരുടെ ഉമ്മയോടല്ല. 10 മാസക്കാലം ഗർഭം ചുമന്ന മാതാവാണ്. മരണവേദന, സഹനീയമായ മരണവേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മയാണ്. ശരി തന്നെ. 2 വർഷക്കാലം മുലപ്പാല് തന്ന ഉമ്മയാണ്. 18 വർഷക്കാലം പോറ്റു വളർത്തിയ ഉമ്മയാണ്. ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം നൽകാൻ വേണ്ടി, ചെലവുകൾക്ക് വേണ്ടി വിയർപ്പ് നീരാക്കി കഠിനാധ്വാനം ചെയ്ത പിതാവാണ്. ശരി തന്നെ. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നത് വരെ മാത്രമാണ് ഉമ്മയോടും ഉപ്പയോടും കടപ്പാടുള്ളത്. പെണ്ണിന്റെ വിവാഹം നടക്കുന്നത് വരെ അവൾ ഉമ്മയോടും ഉപ്പയോടും കടപ്പാടുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു, എന്റെ മകളെ നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചു തന്നു എന്ന് ഉപ്പ പറയുകയും ഭർത്താവ് സ്വീകരിക്കുകയും ചെയ്താൽ പിന്നെ പെണ്ണിന്റെ ഉപ്പയോട് കടമയില്ല, ഉമ്മയോട് കടമയില്ല, യാതൊരു ബാധ്യതയും മാതാപിതാക്കളോടില്ല. പിന്നെ ഈ പെണ്ണിന്റെ കടപ്പാട് ഭർത്താവിനോടാണ്, ഭർത്താവിന്റെ കൂട്ടുകാരോടാണ്. ഭർത്താവിന്റെ പിതാവാണ് പെണ്ണിന്റെ പിതാവ്, ഭർത്താവിന്റെ മാതാവാണ് പെണ്ണിന്റെ മാതാവ്, ഭർത്താവിന്റെ പെണ്ണന്മാരാണ് പെണ്ണിന്റെ ജ്യേഷ്ഠാനുജത്തിമാർ. ഭർത്താവിന്റെ വീട്ടിലേക്ക് പെണ്ണെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഉപ്പയുടെയോ ഉമ്മയുടെയോ കൂട്ടുകാരുടെയോ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താക്കന്മാരെ ദയവ് ചെയ്ത് പ്രശ്നമുണ്ടാക്കരുത്. എന്ന് വെച്ചാൽ മാതാപിതാക്കളോടൊരു ബന്ധവും വേണ്ട എന്നല്ല പറയുന്നത്. പിന്നെയുള്ളത് കുടുംബ ബന്ധം മാത്രമാണ്, കടപ്പാടുകളില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നബിയെ, ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, സൗജുഹാ, ഒരു പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഭർത്താവിനോടാണ്, ഉമ്മയോടല്ല, ഉപ്പയോടല്ല. എന്നാൽ പുരുഷന്മാർ നേരെ വിപരീതമാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കടപ്പെട്ടിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളോടാണ്, അവരുടെ മാതാപിതാക്കളോടാണ്. 2 സ്വർഗവാതിലുകളാണുള്ളത്.
പെണ്ണിന്റെ സ്വർഗവാതിൽ ഭർത്താവാണ്, ആണിന്റെ സ്വർഗവാതിൽ മാതാപിതാക്കളാണെന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ അവൾ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യണം. ഒരു ആണിന് സ്വർഗം കിട്ടണമെങ്കിൽ മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഷാമിൽ നിന്ന് സ്വന്തം മാതാവിനെ അടക്കാൻ കഴിയാതെ രോഗിയായ ഒരു മാതാവിനെ ഒരു താബിഈയായ ഒരു മനുഷ്യൻ ഷാമിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മണലാരുടച്ചിലൂടെ മരുഭൂമിയിലൂടെ നടന്ന് കിലോമീറ്ററുകൾ താണ്ടി ശുദ്ധമായ മക്കയിലെത്തി ആ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട്. ഉമ്മയെ ഷോൾഡറിൽ ഇരുത്തിയിരിക്കുകയാണ്, ഉമ്മയെ കഴുത്തിലിട്ടിരിക്കുകയാണ്. അന്ന് വാഹനങ്ങളില്ലല്ലോ, ഇന്നത്തെ പോലെയല്ലല്ലോ, അന്ന് വാഹനങ്ങളില്ല. ഉമ്മയെ തന്റെ ഷോൾഡറിൽ ചുമന്ന് കിലോമീറ്ററുകളോളം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെയാണ് കടന്നു വന്നത്. എന്നിട്ട് പരിശുദ്ധമായ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്തിട്ട് മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഉമർ തങ്ങളെ, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് നിറവേറ്റിയിട്ടുണ്ടോ? എന്റെ ഉമ്മയ്ക്ക് രോഗമാണ്, ഉമ്മയ്ക്ക് സുഖമാണ്, ഉമ്മയ്ക്ക് പ്രായമായി, ഉമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല. ഞാനാണ് ഉമ്മയെ തവാഫ് ചെയ്യിപ്പിച്ചത്, എന്നാൽ ഞാൻ ഉമ്മയോടുള്ള കടപ്പാട് ചെയ്തു വീട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല ഇല്ല, ഒരിക്കലും നിങ്ങളുടെ മാതാവിനോടുള്ള കടപ്പാട് നിങ്ങൾ വീട്ടിയിട്ടേ ഇല്ല. എന്തുകൊണ്ടെന്നറിയുമോ? മാതാവെന്ന് പറയുന്നത്, നിങ്ങൾ മാതാവിന് ഖിദ്മത്ത് ചെയ്യുന്നത്, പിതാവിന് ഖിദ്മത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? മരണപ്പെടുന്നത് വരെയല്ലേ എന്നൊരു ലക്ഷ്യമുണ്ട്. ഏതായാലും ഉമ്മ മരണപ്പെടുന്നത് വരെ വളരെ നല്ല രീതിയിൽ നോക്കണമെന്നുള്ള ലക്ഷ്യമാണുള്ളത്. ഉപ്പ മരണപ്പെടുന്നത് വരെ യാതൊരു പ്രശ്നവുമില്ലാതെ നോക്കണമെന്നുള്ള ലക്ഷ്യമാണുള്ളത്. പക്ഷേ നിങ്ങളുടെ മാതാവ് നിങ്ങളെ വളർത്തിയതുപോലെയല്ല. നിങ്ങൾ മരണപ്പെടുന്നത് വരെ എന്ന ലക്ഷ്യം മാതാവിനില്ല. നിങ്ങൾ വളരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. നിങ്ങളുടെ വളർച്ചയാണ്, നിങ്ങളുടെ ഉയർച്ചയാണ് അവർ ആഗ്രഹിച്ചത്. നിങ്ങളാണെങ്കിലോ രോഗിയായ മാതാവിനെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യം, ഉമ്മ മരണപ്പെടുമല്ലോ, 1-2 വർഷം കഴിഞ്ഞാൽ, മാസങ്ങളോളം കിടന്നാൽ, അതുവരെ ഉമ്മയ്ക്ക് യാതൊരു പോറലുമില്ലാതെ യാതൊരു പ്രശ്നവുമില്ലാതെ ഉമ്മയെ ഞാൻ നോക്കിക്കൊള്ളണമെന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മാതാവിനോടുള്ള കടപ്പാട് പൂർത്തിയായി വീട്ടിയിട്ടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ അതിന്റെ അങ്ങേയറ്റത്തോളം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഏറ്റവും അവസാനം വരെ എന്തിലേക്ക് ഒരു മാതാവിനെ എത്രത്തോളം ശുശ്രൂഷിക്കണം, അതിനൊരു പരിധിയില്ല, അതിനൊരു ലിമിറ്റില്ല. ഒരു മാതാവിനെ, ഒരു പിതാവിനെ ഒരു പുരുഷൻ ശുശ്രൂഷിക്കുന്നതിലോ പരിപാലിക്കുന്നതിലോ ഒരു പരിധിയില്ല. ഏതറ്റം വരെ പോയാലും കടപ്പാട് നിങ്ങൾ മുഴുവനും വിട്ടിട്ടില്ല. എന്നാൽ ഇതേപോലെയാണ് ഒരു പെണ്ണിന്റെ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഭർത്താവിന്റെ വിഷയവുമായിട്ട്. ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്ന വിഷയത്തിൽ പെണ്ണും ഏതറ്റം വരെ പോയാലും പൂർണ്ണമായി ഭർത്താവിന്റെ ബാധ്യത നിറവേറ്റിയവരിൽ പെണ്ണും ഉൾപ്പെടൂല. അത്രത്തോളം കടപ്പാടുകൾ പെണ്ണിന് ഭർത്താവിനോടുണ്ട് എന്നാണ്. അതേപോലെയുള്ള കടപ്പാട് ഭർത്താവിന്റെ മാതാപിതാക്കളോടുമുണ്ട് എന്നാണ്. ഒരു പെണ്ണിന് സ്വർഗം കിട്ടുന്നത് ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോഴാണ്. ഒരു പുരുഷന്റെ സ്വർഗം കിട്ടുന്നത് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോഴാണ്. അതാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വിവാഹം കഴിക്കുന്നത് വരെ മാതാപിതാക്കളാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വെറുതെ അവളുടെ ഭർത്താവാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് നബി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചത്, കുല്ലുക്കും റായിൻ വമസ്ഊലുൻ അൻ റഅയതി, നിങ്ങളോട് അല്ലാഹു ഓരോ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന്. വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിൽ ഭരണാധികാരി നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാരാണ്.
പെണ്ണിന് അല്ലാഹു നൽകുന്നത് ഒരു രാജ്ഞിയെ പോലെയാണ് അല്ലാഹു നൽകുന്നത്. ഒരു ഭരണാധികാരിയുടെ ഒരു ലീഡർഷിപ്പാണ് ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്നത്. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ വീടിന്റെ ഭരണാധികാരി വീട്ടിലെ സ്ത്രീകളാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ചെറുപ്പക്കാരികളോട് നിങ്ങൾക്കും ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നും പഠിക്കാതെ ഫെമിനിസത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. ഇവിടെ ഫെമിനിസം വളർന്നു വരികയാണ്, യുക്തിവാദം വളർന്നു വരികയാണ്, ലിബറലിസവും സോഷ്യലിസവും ഇവിടെ വളർന്നു വരികയാണ്. സ്ത്രീകൾക്ക് സമത്വം വേണം, സ്ത്രീകൾക്ക് അവകാശം വേണം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പെണ്ണിന് പരിശുദ്ധമായ ഇസ്ലാം എത്രത്തോളം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് മഞ്ഞ കണ്ണട മാറ്റി വെച്ച് നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണിനെ കൊണ്ട് പിതാവ് കടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഒരു പെണ്ണിനെയും കൊണ്ട് പിതാവ് കടന്നു വരികയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക്. അന്ന റജുലൻ അതാ ബിബിനത്തിൻ ലഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ബിനതി ഹാദിഹി അബത് അൻ തതസവ്വജ. നബിയേ, എന്റെ ഈ പെണ്ണ്, എന്റെ ഈ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല നബിയേ. ഞാൻ ഒരുപാട് അന്വേഷണങ്ങൾ കൊണ്ടുവന്നു, ഒരുപാട് പ്രപ്പോസലുകൾ കൊണ്ടുവന്നു, പക്ഷേ എന്റെ പെണ്ണ്, എന്റെ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പെണ്ണിനോട് ചോദിക്കുന്നത്, എന്തേ നീ നിന്റെ പിതാവ് പറഞ്ഞത് കേൾക്കാത്തത്? നിന്റെ പിതാവിനെ മോളെ നീ അനുസരിക്കണം. വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ നിനക്ക് വിവാഹം കഴിച്ചുകൂടെ? പെണ്ണ് നബി തങ്ങളോട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഏത് വരെ എന്നറിയോ? ഹത്താ തുഖ്ബിറനി മാ ഹഖ്ഖു സൗജതി, ഒരു ഭർത്താവിനോട് പെണ്ണിനുള്ള കടപ്പാട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാതെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. പെണ്ണിനെ, ആണിനെ വളരെ വേഗത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അഥവാ ഒരാൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ അവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം, അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെയോ പെണ്ണിന് പ്രായപൂർത്തിയെത്തിയാൽ, ആണിന്റെ പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഹദീസുകളിൽ കാണുന്നത്. ഒരു പുരുഷന് എത്രാമത്തെ വയസ്സാണ് പ്രായപൂർത്തിയെത്തുക? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അയാൾ അഡൾട്ടായി ഒരു പ്രായപൂർത്തിയുള്ള മനുഷ്യനായി മാറുന്നത്? എപ്പോഴാണ്? 15 വയസ്സിലല്ലയോ? അല്ലെ? ഒരു പുരുഷന് 15 വയസ്സാകുമ്പോഴല്ലേ പ്രായപൂർത്തിയെത്തുക? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 9, 10, 11, 12 വയസ്സുകളിൽ പ്രായപൂർത്തിയെത്തില്ലേ? അപ്പൊ ഒരു പുരുഷന് 15 വയസ്സായാൽ ഉപ്പയാവാനുള്ള യോഗ്യത ഒരു പുരുഷന് ലഭിച്ചു എന്നാണ് അർത്ഥം. 10, 11 വയസ്സായാൽ മെൻസ്ട്രേഷൻ തുടങ്ങുമ്പോൾ ഒരു പെണ്ണിന് ഉമ്മയാവാനുള്ള യോഗ്യതയുമായി, അഥവാ വിവാഹം കഴിക്കാനുള്ള യോഗ്യത പെണ്ണിനും ആണിനും എന്നാണ്. രാജ്യത്തിന്റെ നിയമപ്രകാരം 22 വയസ്സായ ഒരു കുഞ്ഞിന് വളരെ പെട്ടെന്ന് 22 വയസ്സാകുമ്പോൾ ഒരു പുരുഷന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സാകുമ്പോൾ ഒരു പെണ്ണിനും വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ്. പ്രായമെത്തിയിട്ടും വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നാട്ടിൽ ഫിത്നകളും ഫസാദുകളും ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ താകും മൻ തർളൂന ദീനഹു വഖുലുഖഹു, നല്ല ദീനും സ്വഭാവമുള്ള ഒരാൾ നിങ്ങളുടെ മകൾക്ക് പ്രപ്പോസലുമായി, അല്ലെങ്കിൽ നിങ്ങളുടെ മകന് നല്ല ദീനീ ബോധമുള്ള ഒരു പെണ്ണിന്റെ പ്രപ്പോസൽ കടന്നു വന്നാൽ പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അഥവാ 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിന്തിപ്പിക്കാൻ പാടില്ല വിവാഹം. ഒരു ജോലിയാവട്ടെ, ഒരു വരുമാനം വരട്ടെ, ഒന്ന് സെറ്റിലാവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെയും നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. അവൻ പഠിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കാൻ പാടില്ല. വിവാഹത്തിന് മുമ്പ് നിക്കാഹെങ്കിലും നിങ്ങൾ കഴിച്ചു കൊടുക്കണം. അത് അവരിൽ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ്. 18 വയസ്സായ ഒരു പെണ്ണിനെ നിങ്ങൾ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാമല്ലോ, പിന്നെ വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാം.
22 വയസ്സായ ഒരു മകന് നിങ്ങൾ പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. പിന്നെ അവർ പഠിക്കുകയോ ജോലിക്ക് പോവുകയോ ചെയ്തോട്ടെ. പക്ഷെ ഇങ്ങനൊരു നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്താലുള്ള നേട്ടം എന്താണ്? അവിഹിത ബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എടുത്തു ചാടൂല എന്നുള്ളതാണ്. നമ്മുടെ മക്കളിൽ വ്യഭിചാരങ്ങൾ ഉണ്ടാവൂല, പ്രണയങ്ങൾ ഉണ്ടാവൂല, ചാറ്റിങ്ങുകൾ ഉണ്ടാവൂല, ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാവൂല, മതിൽ ചാട്ടങ്ങൾ ഉണ്ടാവൂല, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിലൊക്കെ ഏകദേശം ഒരു വർഷത്തിൽ 3.5 ലക്ഷം കൗമാരക്കാർ ഗർഭിണികളാകുന്നുണ്ട് എന്നാണ്. 3.5 ലക്ഷം വിവാഹം കഴിക്കാത്ത കൗമാരക്കാർ ഗർഭിണികളാകുന്നുണ്ട് എന്നാണ്. അതിൽ 3 ലക്ഷം ആളുകളും ആരാരും അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഗുളികകൾ കഴിച്ചുകൊണ്ട് അബോർഷൻ നടത്തുന്നുണ്ട് എന്നാണ്. അതേപോലെ നമ്മുടെ നാടുകളിലും കൗമാരക്കാരിയായ വിദ്യാർത്ഥികൾ ഗർഭിണികളാകുന്നുണ്ട്. സ്കൂളിൽ നിന്ന്, കോളേജുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന്, ക്യാമ്പസിൽ നിന്ന്. ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പ്രത്യേകമായി പറഞ്ഞ വിഷയമുണ്ട്, നിങ്ങളുടെ വാഹനങ്ങളിൽ അബോർഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ ചോദിച്ചു, ആരാണ് ഈ അബോർഷൻ ഇവിടെ വരുന്നത്? വിവാഹം കഴിഞ്ഞവരാണോ അല്ല കഴിക്കാത്തവരാണോ? ഡോക്ടർ പറഞ്ഞത് 2 പേരും വരുന്നുണ്ട് എന്നാണ്. മുസ്ലിം പോക്കറ്റിലെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് പറഞ്ഞത്. അഥവാ സ്കൂളിൽ നിന്ന് കൗമാരക്കാരിയായ മക്കൾ പ്രഗ്നൻസി ഗർഭിണിയാകുന്നുണ്ട് എന്നാണ് പല വാർത്തകളും കേൾക്കാൻ കഴിയുന്നത്. മാതാപിതാക്കൾ പോലും അറിയാതെ അവർ ഗുളികകൾ കഴിച്ചുകൊണ്ട് അബോർഷൻ നടത്തുന്നുണ്ട്. മാതാപിതാക്കൾ അറിയുന്നില്ല. മെൻസ്ട്രേഷൻ പീരീഡുകൾ നിൽക്കുമ്പോഴാണ് ഞാനൊരു ഗർഭിണിയാണ് എന്നവർ അറിയുന്നത്. അപ്പോൾ ആരാരും അറിയാതെ ഗുളികകളോ മറ്റുള്ള പലതും ഉപയോഗിച്ചുകൊണ്ട് അബോർഷൻ നമ്മുടെ മക്കൾ നടത്താറുണ്ട്. ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങൾ ഇല്ലാതിരിക്കാൻ, വൈകാരികമായി ലൈംഗികമായിട്ടുള്ള ചിന്തകൾ അവരിലേക്ക് കടന്നു വരാതിരിക്കാൻ 22 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന്. 18 വയസ്സാകുമ്പോഴേക്കും പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. നല്ല അനുയോജ്യരായ ഇണകൾ വന്നിട്ടും വിവാഹത്തെ ബന്ധിപ്പിച്ചാൽ നാട്ടിൽ ഫിത്നയുണ്ടാകുമെന്നും നാട്ടിൽ ഫസാദ് ഉണ്ടാകുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കാരണം വിത്തങ്ങൾ എന്നിട്ട് പറയാണ്, പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. വിവാഹം കഴിക്കാൻ പ്രായപൂർത്തിയെത്തും ഒരു പുരുഷനെയോ ഒരു പെണ്ണിനെയോ വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല മാതാപിതാക്കൾ. അങ്ങനെ ആ പെണ്ണ് പ്രണയിക്കുകയോ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തു പോയാൽ, അതേപോലെ ഒരു ചെറുപ്പക്കാരൻ പ്രണയിക്കുകയോ കൂടെ സഞ്ചരിക്കുകയോ കൂടെ യാത്ര ചെയ്യുകയോ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തു പോയാൽ ആ ഹറാമുകളുടെ തെറ്റിന്റെ, ആ ഹറാമുകൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയുടെ ഓഹരി മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പ്രായമെത്തിയിട്ട് വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് കാമുകനുമായി നിരന്തരമായി സംസാരിക്കുകയാണെങ്കിൽ, അവർ പരസ്പരം മീറ്റ് ചെയ്യാറുണ്ടെങ്കിൽ, അവർ പരസ്പരം കാണാറുണ്ടെങ്കിൽ, അവർ പരസ്പരം ഡേറ്റിംഗ് ചെയ്യാറുണ്ടെങ്കിൽ ആ ഹറാമിന്റെ ഒരു ഓഹരി മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിവാഹം ബന്ധിപ്പിക്കരുത്. വളരെ നേരത്തെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അത് മാത്രം പോരാ, വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് എന്താണ് ഒരു പെണ്ണിന്റെ ബാധ്യത എന്ന് വീട്ടിലെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഭർത്താവിന്റെ കടമകൾ എന്താണെന്ന് വീട്ടിലെ മാതാപിതാക്കൾ ബോധവൽക്കരണം നടത്തണം. എന്നിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ മതി. ഈ പെണ്ണിനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ നീ നിന്റെ ഉപ്പ പറഞ്ഞത് കേൾക്കണം മോളെ, വിവാഹം കഴിക്കണം മോളെ. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് അങ്ങ് പറഞ്ഞു തരാതെ ഞാൻ വിവാഹം കഴിക്കും നബിയേ. ഇത് പുരുഷന്മാരല്ല കേൾക്കേണ്ടത്. വീട്ടിൽ പോയിട്ട് സ്ത്രീകളോട് ഇങ്ങനെ പറയരുത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കടമകളുണ്ടല്ലോ, നീ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ വാല് കേട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെണ്ട കൂടരുത്. ഞാൻ പറയുന്നത് ഈ വിഷയം കേൾക്കേണ്ടത് സ്ത്രീകളാണ്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ള ഇഷ്ടം ഇതിന്റെ
ശേഷം ഞാൻ പറയാം, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ മതി. പെണ്ണിനോട്, അള്ളാഹുവിന്റെ ഹബീബിനോട് ഈ പെണ്ണ് പറഞ്ഞു, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം, അല്ലാതെ ഞാൻ വിവാഹം കഴിക്കും നബിയേ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ആ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്ന മറുപടി, ഹഖ്ഖു സൗജി അലാ സൗജതിഹി അല്ലൗ കാന ബിഹി ഖുർഹത്തുൻ ഫലഹസ്. നിങ്ങളുടെ ഭർത്താവിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായാൽ, അഥവാ നിങ്ങളുടെ ഭർത്താവിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായാൽ ആ വ്രണങ്ങളിൽ നിന്ന് രക്തങ്ങളോ ചലങ്ങളോ ഒഴുകുകയാണെങ്കിൽ, ഭർത്താവിന്റെ ആസ്വാദ്വാരങ്ങളിലൂടെ മൂക്കിലൂടെ എന്തെങ്കിലും രക്തങ്ങളോ ചീഞ്ചലങ്ങളോ ഒഴുകുകയാണെങ്കിൽ, നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണ് ആ രക്തത്തെ നാവ് കൊണ്ട് നക്കിയെടുത്താൽ വരെ ഒരു പെണ്ണ് ഭർത്താവിനോട് പൂർണ്ണമായ കടപ്പാട് വീട്ടിയവരിൽ ഉൾപ്പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 2 സ്വർഗവാതിലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു സ്വർഗവാതിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളാണ്. അതിന്റെ ഏറ്റവും എൻഡിലാണ്, ഏറ്റവും അവസാനത്തിലാണ് ഒരു ഷാമിൽ നിന്നൊരാൾ തന്റെ മാതാവിനെ ഷോൾഡറിൽ ചുമന്ന് ചുറ്റുകൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ തവാഫ് ചെയ്യാൻ വന്നത്. എന്നിട്ട് വരെ അയാളോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയിട്ടില്ല എന്നാണ്. ഇവിടെ പറയുന്നത് സ്വന്തം ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന രക്തങ്ങളെയോ ചീഞ്ഞലങ്ങളെയോ ഒരു പെണ്ണ് അയാളോടുള്ള സ്നേഹം കൊണ്ട് നാവ് കൊണ്ട് നക്കിയെടുത്താൽ, കൈകൾ കൊണ്ട് വൃത്തിയാക്കിയാലല്ല, നാവ് കൊണ്ട് നക്കിയെടുത്താൽ വരെ ആ പെണ്ണ് ഭർത്താവിനോടുള്ള കടമകൾ പൂർണ്ണമായി വീട്ടിയവരിൽ പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് പെണ്ണ് മനസ്സിലാക്കണം, എനിക്ക് എത്രത്തോളം എന്റെ ഭർത്താവിനോട് കടപ്പാടുണ്ട് എന്ന്. ഇതിൽ നിന്ന് പുരുഷന്മാർ മനസ്സിലാക്കണം, എനിക്ക് എത്രത്തോളം എന്റെ മാതാപിതാക്കളോട് കടപ്പാടുണ്ട് എന്ന്. എനിക്കറിയാം, എന്റെ വാദകൾ സ്ഥിരമായി കേൾക്കാറുള്ള കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ നിക്കാഹ് കഴിക്കുകയും എന്നിട്ട് 2 പേരും ഭാര്യയും ഭർത്താവും 2 പേരും കിടപ്പറ പങ്കിടുന്നതിന് മുമ്പേ ഗൾഫിലേക്ക് പോയി. നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് പോയത്. അങ്ങനെ ഗൾഫിലെത്തിയപ്പോഴാണ് എന്തോ കാലിന്റെ അസുഖം കണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് പരിശോധിച്ചു നോക്കിയപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. ഈ ഭർത്താവിന്റെ കൂടെ ആര് ഒരു ദിവസം പോലും കിടപ്പറ പങ്കിട്ടിട്ടില്ല. കാലിൽ നിന്ന് ക്യാൻസറിന്റെ വ്രണങ്ങളുണ്ടായി, മുറികളുണ്ടായി, വാനാരോഗമായി, ഒന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ, ഒന്ന് അധ്വാനിക്കാൻ കഴിയാതെ, ഒന്ന് എണീറ്റ് നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിന് വർഷങ്ങളായി കിടപ്പറ പോലും പങ്കിടാതെ, ഒരു നേരത്തെ ഫസ്റ്റേറ്റോ അത് ഇതുപോലും ആസ്വദിക്കാത്തൊരു പെണ്ണ് ഭർത്താവിൽ നിന്നും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹോദരൻ ഒരു ദിവസം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവിടെ ഞാൻ പോയിട്ടുണ്ട്. ആ മരുമകന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പെണ്ണിന്റെ പിതാവ് പോലും ഗൾഫിൽ നിന്നുള്ള ജോലി മാറ്റിവെച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ഭർത്താവിന് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന എത്രയോ ഭാര്യമാർ നമ്മുടെ നാടുകളിലുണ്ട്. വേണമെങ്കിൽ അവർ 2 പേരും കിടപ്പറ പങ്കിടാത്തത് കൊണ്ട് അവർക്ക് ഫലാത്തിന് ആവശ്യപ്പെടാമായിരുന്നു, അവർക്ക് ഫസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ തേടി പോകാമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കയ്യിലാണ് ഓരോ ആളുകളെയും നിയന്ത്രണമുള്ളത്. ഇന്ന് ആർക്കാണ് അസുഖമുള്ളത്, നാളെ ആർക്കാണ് അസുഖം വരിക, എന്തൊക്കെയാ പരീക്ഷണങ്ങൾ ഏതൊക്കെ സമയത്ത് ആർക്കൊക്കെ വരുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഭർത്താവിനെ വിട്ടുപോകുന്നവർ, അതേപോലെ ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിലൊക്കെ ഭർത്താവിനെ വിട്ടുപോകുന്ന ഭാര്യമാരറിയാം. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങൾ, അള്ളാഹു പരീക്ഷണങ്ങൾ ഏതൊക്കെ സമയത്ത് ആർക്കൊക്കെ നൽകുമെന്നറിയാത്തത് കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ കാണിച്ച അഹങ്കാരത്തിന്റെ പകരം അള്ളാഹു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു തരൂല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ തിരിച്ചു തരൂല എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ കടമ എന്ന് പറയുന്നത് കഴിവിന്റെ പരമാവധി ഖിദ്മത്ത് ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്,
ഒരു പെണ്ണ് മരണപ്പെടുന്ന സമയത്ത് ആ ഭർത്താവിന് പെണ്ണിനെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ ആ പെണ്ണ് സ്വർഗ്ഗക്കാരിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഒരു പെണ്ണ് നമ്മുടെ ഭാര്യ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കും, ആ ഭർത്താവിന്റെ വയസ്സ് 40 വയസ്സാണ് ഭർത്താവിനുള്ളത്, പെണ്ണിനുള്ളത് 30-35 വയസ്സാണ്. ആ പെണ്ണ് മരണപ്പെട്ടു പോയാൽ പെണ്ണിനെ കുറിച്ച് ഭർത്താവിന് നല്ല അഭിപ്രായമാണെങ്കിൽ, പെണ്ണിനെ കുറിച്ച് ഭർത്താവിന് ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലെങ്കിൽ ആ പെണ്ണ് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം പെണ്ണ് സ്വർഗത്തിലെത്താൻ അവൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായി ഭർത്താവിന്റെ ഖിദ്മത്തിലെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഭർത്താവിന്റെ മേൽ കുതിര കയറലല്ല, ഭർത്താവിനെ ഉറപ്പിക്കലല്ല, ഭർത്താവിനോട് അസ്വസ്ഥതകൾ ഉളവാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കലല്ല, ഭർത്താവിനെ എന്തൊക്കെയോ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കലല്ല. അള്ളാഹുവിന്റെ ദുനിയാവിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിവിന്റെ പരമാവധി പരിശുദ്ധ ദീൻ പറഞ്ഞതുപോലെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ മഹത്തായ ഹദീസ് ഈ പെണ്ണ് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നില്ല നബിയേ. ഭർത്താവിന്റെ ശരീരത്തിൽ നിന്നോ ഭർത്താവിന്റെ നാസ്വാദ്വാരങ്ങളിൽ നിന്നോ ചീഞ്ചലങ്ങൾ ഒഴുകി അത് നൽകിയെടുത്താൽ വരെ ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് നബിയോട് പറഞ്ഞത്, നബിയേ, വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ അതസവ്വജു അബദാ, ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. ഇതിന് കഴിയുമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പെണ്ണ് കഴിക്കാൻ അത്ര തന്നെയാണ്. ഇതിന് ഈ ബക്കറ്റ് വരുന്നുണ്ടല്ലേ, ഷാള്ള ബക്കറ്റ് വരും, സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കും. അഥവാ വലത് കൈ കൊടുത്ത് ഏറിയാതെ സ്വതന്ത്ര ചെയ്താൽ അർശിന്റെ തണല് കിട്ടുമെന്നാണ്. അതുകൊണ്ട് കൈകളിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യയാണ്. لن تنالوا البر حتى تنفقوا مما تحبون لن تنالوا البر حتى تحبون. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുത്താലാണ് പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ കയ്യിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ പ്രാർത്ഥിച്ചില്ല. പുറത്തുള്ള ഒന്നും കാണിക്കണ്ട. 5, 10, 20 നിങ്ങൾ കെട്ടിടരുത്. 5, 10, 20 നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത സംഖ്യയാണ്, എനിക്ക് ആർക്കും ഇഷ്ടപ്പെടാത്ത സംഖ്യയാണ്. ബെഗേഴ്സിന് പോലും, യാചകന്മാർ പോലും അതിന് യാതൊരു പരിഗണന കൊടുക്കാറില്ല. അതുകൊണ്ട് ഇത്തരം ഇൽമിന്റെ സദസ്സുകളിൽ 5, 10 തൊട്ടിട്ട് സ്വതക്കയുടെ വില കുറച്ച് കാണരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ, നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ വലത് കൈ കൊണ്ടിടുക. അത് ഇടത് കൈ അറിഞ്ഞില്ലെങ്കിൽ അർശിന്റെ തമ്മിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഹദീസാണ് അല്ലേ? ഹദീസല്ലേ? ഞാൻ പറഞ്ഞാണോ? എന്റെ അഭിപ്രായമാണ്. ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയുന്നില്ല, എല്ലാം ഹദീസുകളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസാണത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ രഹസ്യമായി സ്വതക്ക ചെയ്താൽ അർശിന്റെ തണല് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അർശിന്റെ തണല് കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള മേഖല ഈ ബക്കറ്റുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പള്ളിയുടെ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാൽ കമ്മിറ്റിക്കാർക്ക് അറിയും നിങ്ങൾ കൊടുത്തത്. മദ്രസ കമ്മിറ്റി ഏൽപ്പിച്ചാൽ മദ്രസയുടെ കമ്മിറ്റിക്കാരറിയും. പാവങ്ങളെ ഏൽപ്പിച്ചാൽ പാവങ്ങൾ അറിയും. ബക്കറ്റിലിട്ടത് നിങ്ങളും നിങ്ങളുടെ ഉറപ്പുമല്ലാതെ വേറെ ഒരാളും അറിയില്ല. ബക്കറ്റിലിട്ടത് മൂന്നാമതൊരാൾ അറിയോ? പാവങ്ങൾക്ക് കൊടുത്താൽ മൂന്നാമതൊരാൾ അറിയില്ലേ? കൊടുക്കപ്പെട്ട ആളുകൾക്ക് അറിയില്ലേ? പള്ളി കമ്മിറ്റി കൊടുത്താൽ അറിയില്ലേ? മദ്രസ കമ്മിറ്റി കൊടുത്താൽ അറിയില്ലേ? ബക്കറ്റിൽ കൊടുത്താൽ ആർക്കെങ്കിലും അറിയോ? ആ ബക്കറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള തണല് കിട്ടണം എന്നുള്ള നിയന്ത്രണം നല്ല തന്നെയാണ്. അവിടെ ഒരിക്കലും 20, 10 ഞാനേ പാടില്ല. 20, 10 കാലൊക്കെ കഴിഞ്ഞു നിങ്ങളെ. അതുകൊണ്ട് ബക്കറ്റുകൾ ആവശ്യമുള്ള തണല് കിട്ടാനുള്ള ഉദ്യമമായ ഒരു ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ പെണ്ണ്
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തു, നബിയേ, ഇങ്ങനെയൊക്കെ കടപ്പാട് ഭർത്താവിനോടുണ്ടെങ്കിൽ ഇനി മേലാൽ ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. ലാ അത്സവ്വജു അബദാ, ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. അവനബിത്തങ്ങൾ ഈ പെണ്ണിന്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തുൻകിഹൂഹുന്ന ഇല്ലാ ബിഇദ്നിഹിന്ന, ഇനി ഒരു കാരണവശാലും ഈ പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഈ പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിന് കഴിയുമെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വിവാഹം കഴിക്കണ്ട. ഇത് ഇസ്ലാമിന്റെ തീരുമാനമാണ്, ഇത് ദീനിന്റെ തീരുമാനമാണ്. ഫെമിനിസ്റ്റുകളായ ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളിൽ നമ്മൾ മുഖവിലെടുക്കേണ്ടതില്ല. ഞാൻ ഈ വാദം പറയുന്നതൊക്കെ അത്തരം സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളോടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. ഇവിടെ വാദം പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കണമെന്നുള്ള നീയത്തോടെ അതിന്റെ സദസ്സിലേക്ക് വരുന്ന മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോടാണ്. അമുസ്ലിമീങ്ങളാണെങ്കിലും കുഴപ്പമില്ല, പഠിക്കണമെന്നുള്ള നീയത്തോടുകൂടി വരുന്ന ആളുകളോടാണ്. അല്ലാതെ ഫെമിനിസ്റ്റുകളോടോ ലിബറൽ ചിന്താഗതികളുള്ള സ്ത്രീകളോടോ അല്ല. എന്റെ ഈ വാദിന്റെ താല്പര്യം അതല്ല. നന്നാവണം, എനിക്കെന്തെങ്കിലും മാറ്റം വേണം, ദീൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ്, യുക്തിവാദികളോടുമല്ല. അവർക്കെന്ത് ഹദീസ്, അവർക്കെന്ത് ഖുർആൻ. ഹദീസുകളിലും ഖുർആനിലും വിശ്വസിക്കുന്ന ആളുകളെ, നിങ്ങൾ ഈ പരിശുദ്ധമായ ഹദീസുകൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹത്തിന് തയ്യാറാവേണ്ടതുള്ളൂ. പിതാവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ പെണ്ണിനെ നിങ്ങളുടെ മകളുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. ഇതൊക്കെയാണ് ഒരു ഭർത്താവിനോടുള്ള കടമ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരികയുണ്ടായി. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖ്ഖു സൗജി അലാ സൗജതിഹി, നബിയേ, ഒരു ഭർത്താവിനോട് പെണ്ണിനുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ലാ തംനഉഹു നഫ്സഹാ വലൗ കാനത് അലാ ളഹരി ഖത്ബിൻ. ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നബി തങ്ങളോട് ഒരു പെണ്ണ് ചോദിക്കുകയാണ്, നബിയേ, ഭർത്താവിനോടൊരു പെണ്ണിനുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന്. നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ, നിങ്ങളുടെ ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ അടുക്കളയിലാവാം, ഒരു പക്ഷേ നിങ്ങൾ കിച്ചണിലാവാം, ഒരു പക്ഷേ നിങ്ങൾ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്യുകയാവാം, ഒരു പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി തിരക്കിലാവാം. ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളെ കിടപ്പറ പങ്കിടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് കഴിയൂല എന്ന് പറയാൻ പാടില്ല, എനിക്ക് സമയമില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ, മുറിയിലേക്ക് ക്ഷണിച്ചാൽ പോവൽ നിങ്ങളുടെ മുമ്പിലുള്ള കടമയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഈ പെണ്ണ് 2-3 ചോദ്യങ്ങൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. മാ ഹഖ്ഖു സൗജി അലാ സൗജതിഹി, നബിയേ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ്? നബി തങ്ങൾ ഒന്നാമതായി പറഞ്ഞത്, ലാ തംനഉഹു നഫ്സഹാ വലൗ കാനത് അലാ ളഹരി ഖത്ബിൻ. ഒരു പെണ്ണ് ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ അവൾ എത്ര തിരക്കിലുണ്ടെങ്കിലും, എത്ര വലിയ ജോലിയിലാണെങ്കിലും ശരി, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. ഇത് ജോലി തിരക്കിലാണ്, യാത്രയിലാണ്. പക്ഷേ പിണങ്ങിക്കൊണ്ടൊരു പെണ്ണ് ഭർത്താവിനോടുള്ള ചൊടി കൊണ്ടോ, ഭർത്താവിനോടുള്ള പിണക്കം കൊണ്ടോ, ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ടോ, നിങ്ങൾ പറഞ്ഞിരുന്നോ ഭർത്താവ് കേൾക്കാത്തതിലുള്ള വൈരാഗ്യം കൊണ്ടോ കിടപ്പറ പങ്കിടാതെ മാറി നിന്നാൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും സുബഹി വരെ, അല്ലാഹുവിന്റെ ശാപമുണ്ടാകും സുബഹി വരെ.
നിങ്ങളുടെ വാശി പിടിക്കാനും നിങ്ങളുടെ വൈരാഗ്യം തീർക്കാനും ഉള്ളതല്ല നിങ്ങളുടെ ഭർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകും, ഇല്ല എന്നല്ല. പക്ഷേ ഒരു ഭർത്താവിനോടുള്ള നിങ്ങളുടെ കടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ ഒരു കാരണവശാലും ഒരു പെണ്ണ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല, എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഭർത്താവിന്റെ ക്ഷണത്തിന് ഉത്തരം നൽകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. പെണ്ണ് രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖു സൗജി അലാ സൗജതി. ഈ പെണ്ണിന് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വേറെ എന്താ കടമകളുള്ളത്, മറ്റെന്തെങ്കിലും കടപ്പാടുകൾ ബാക്കിയുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, ലാ തസദ്ദഖു ബിശൈഇൻ മിൻ ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി ഫഇൻ ഫഅലത് കാന ലഹുൽ അജ്റു വഅലൈഹൽ വിസ്റു. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ സമ്പത്ത് സ്വതക്ക ചെയ്യാൻ പാടില്ല. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നോ ഭർത്താവിന്റെ അലമാരയിൽ നിന്നോ ഭർത്താവിന്റെ ലോക്കറിൽ നിന്നോ ഭർത്താവിന്റെ പേഴ്സിൽ നിന്നോ നിങ്ങൾ അറിയാതെ ക്യാഷുകൾ കവർന്നെടുത്തിട്ട് നിങ്ങൾ ബക്കറ്റിലേക്ക് ഇടാൻ പാടില്ല, സ്വതക്ക ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്മതം ആവശ്യമാണ്. ഭർത്താവിന്റെ മുതലാണെങ്കിൽ നിങ്ങളുടെ സമ്പത്താണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളമാര് തരുന്നത്, നിങ്ങളുടെ ഉപ്പ തരുന്നത്, നിങ്ങളുടെ മക്കൾ തരുന്നത്, നിങ്ങളുടേതായ സമ്പാദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭർത്താവിന്റെ സമ്മതം ചോദിക്കേണ്ടതില്ല. നിങ്ങളുടേതായ സ്വർണം നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഭർത്താവിന് അവകാശപ്പെട്ട മുതൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വതക്ക ചെയ്താൽ അല്ലാഹുവിന്റെ അടുത്ത് പെണ്ണേ നീ കുറ്റക്കാരിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ അടുത്ത് കുറ്റക്കാരിയാണ്. തങ്ങൾ പറഞ്ഞു, കൂലി ഭർത്താവിന് പ്രതിഫലം കിട്ടും, ഭർത്താവിന് കൂലി കിട്ടും. പക്ഷേ സ്വതക്ക ചെയ്ത പെണ്ണിന് അല്ലാഹുവിന്റെ അടുത്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ സമ്പാദ്യം ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് ചെലവഴിക്കാൻ പാടില്ല എന്നാണ്. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണിത്. വീട്ടിലെത്തിയാൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. അനാവശ്യമായ ചെലവുകൾ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ വിഷമിപ്പിക്കുന്നത്, ഭർത്താവിനോട് ഓരോ വസ്തുക്കൾ വാങ്ങാൻ പറയുന്നത്, ഭർത്താവിനെ ദ്രോഹിക്കുന്നത്, ഭർത്താവിന്റെ സമ്പത്തിന്റെ പേരിൽ ശല്യം ചെയ്യുന്നത്. സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ സാമ്പത്തിക വരുമാനം നോക്കിയിട്ടാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. ഭർത്താവിന് ഒരു നേരത്തെ അപ്പ കഷ്ടത്തിന് വേണ്ടി പാടുപെടുന്ന ഭർത്താവ് മാസത്തിൽ 5000-ഓ 10,000-ഓ സമ്പാദിക്കുന്ന ഒരു ഭർത്താവിനോട് നിങ്ങൾ പറയാണ്, എനിക്ക് ചുരിദാർ വേണം, എനിക്ക് ചെരുപ്പ് വേണം, എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് എവിടെ നിന്നാ വാങ്ങിച്ചു തരാൻ കഴിയുക? എവിടെ നിന്ന് അയാൾക്ക് വാങ്ങിച്ചു തരാൻ കഴിയാം? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിലുള്ള കടമ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുക എന്നുള്ളതാണ്, നിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തരിക എന്നുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തികമായ ഭർത്താവിന്റെ വരുമാനം അന്വേഷിക്കാതെ അത് വേണം, ഇത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുതേ. അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. എന്നാൽ ഒരു ഭർത്താവിന്റെ സാമ്പത്തിക ശേഷിയുള്ള ഭർത്താവാണെങ്കിൽ, ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭർത്താവാണെങ്കിൽ അയാളോട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് എത്ര മുന്തിയ വസ്ത്രം ധരിക്കുന്നത്, എത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനും ഇസ്ലാം ഒരിക്കലും എതിരല്ല എന്ന് മനസ്സിലാക്കണം. ഒരാൾക്ക് 10,000 രൂപയുടെ വസ്ത്രം ധരിക്കാനുള്ള സാമ്പത്തികമായ വരുമാനമുണ്ടെങ്കിൽ ധരിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കിബ്റിന്റെ ഒരു അംശം ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടായാൽ ഒരു കാരണവശാലും ഒരിക്കലും അവർ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറയുകയുണ്ടായി. അപ്പോഴാണ് ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചത്, നബിയേ, ഞങ്ങൾ നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാറുണ്ട്, വിലപിടിപ്പുള്ള ഉടുപ്പുകൾ
ചെരുപ്പുകൾ ധരിക്കാറുണ്ട്. അത് കിബറിൽ പെടുമോ നബിയെ? അത് അഹങ്കാരത്തിൽ പെടുമോ നബിയെ? അഥവാ ഒരാൾ 10,000 ചെരുപ്പുകളും വസ്ത്രങ്ങളും ചുരിദാറുകളും ധരിക്കുന്നത് അഹങ്കാരത്തിൽ പെടുമോ നബിയെ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹുവിന് സൗന്ദര്യത്തെ ഇഷ്ടമാണ്. അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. അഥവാ ഒരാൾക്ക് സാമ്പത്തികമായി വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ അയാൾക്ക് എത്ര വലിയ ബ്രാൻഡ് ഷർട്ടുകൾ വാങ്ങുന്നത്, ബ്രാൻഡ് പാൻസുകൾ വാങ്ങുന്നത്, ബ്രാൻഡ് ഐറ്റംസ് ചെരുപ്പുകൾ വാങ്ങുന്നത്, ചുരിദാറുകൾ വാങ്ങുന്നതിൽ തെറ്റുകളില്ല എന്നാണ്. പക്ഷേ ഒരു പെണ്ണ് 10,000 5,000 ചുരിദാറുകൾ വാങ്ങി 1 or 2 പ്രോഗ്രാമുകൾക്ക് ധരിച്ചുകൊണ്ട് ആ വസ്ത്രം പിന്നെ 3ാമതൊരു തവണ ഉപയോഗിക്കാതെ അലമാരയിൽ ഇങ്ങനെ കെട്ടി വെക്കുന്നത് അത് ഇസ്രാഫാണ്. അതിനെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. നല്ല വസ്ത്രം ധരിക്കുന്നതിനോടോ, നല്ല വീടെടുക്കുന്നതിനോടോ, നല്ല വാഹനം വാങ്ങുന്നതിനോടോ, നല്ല ചെരുപ്പ് ധരിക്കുന്നതിനോടോ പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും എതിരല്ല. കാരണം നിങ്ങളുടെ സാമ്പത്തിക വരുമാനം പോലെയാണ് അതൊക്കെ. പക്ഷേ അതൊക്കെ നിങ്ങൾ ധരിക്കുമ്പോഴും അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് അഹങ്കാരത്തിന്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല. ഞാൻ വലിയ ആളാണ്, എന്റെ വസ്ത്രത്തിൽ ഞാൻ 4,000 കൊടുത്തിട്ടുണ്ട്, എന്റെ പാൻസിൽ ഞാൻ 3,000 കൊടുത്തിട്ടുണ്ട്, എന്റെ സാരിക്ക് ഞാൻ 6,000 കൊടുത്തിട്ടുണ്ട്, ഇത് പറഞ്ഞ് പൊങ്ങച്ചം ധരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു ആഗ്രഹമാണ്, നല്ല വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പ് ധരിക്കണം, നല്ല വാഹനം വാങ്ങണം. നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചാണ്. പക്ഷേ സ്ത്രീകളോട് പറയുന്നത്, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ഭർത്താവിനോട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അവർ വാങ്ങിത്തരുകയാണെങ്കിൽ ഇനി വാങ്ങിച്ചാൽ 1 or 2 തവണയാണ് നിങ്ങൾ ധരിക്കുന്നത്. 3ാമതൊരു സൽക്കാരത്തിന് ധരിക്കാൻ നിങ്ങൾക്ക് നാണമാണെങ്കിൽ നിങ്ങൾ ധരിക്കണമെന്നില്ല. അതൊന്ന് മടക്കി അതൊന്ന് ഡ്രൈ വാഷ് ചെയ്ത് ഏതെങ്കിലും പാവപ്പെട്ട ഒരു പെണ്ണിന് കൊടുക്കണം. നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ അത് സദഖ ചെയ്യണം. അല്ലാതെ നിങ്ങൾ അതെടുത്തു വെച്ചാൽ നിങ്ങളുടെ 5,000 6,000 ഇസ്രാഫായി നഷ്ടപ്പെടുകയല്ലേ? അതിന് അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അല്ലാതെ വലിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് ഇസ്ലാം ഒരിക്കലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. എങ്കിലും മഹാന്മാരായ സ്വഹാബാക്കളോ അല്ലാഹുവിന്റെ ഹബീബോ ഒരിക്കലും ഈ അലങ്കാരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും സ്വീകരിച്ചിട്ടില്ല. തെറ്റായത് കൊണ്ടല്ല, അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരത് സ്വീകരിച്ചിട്ടില്ല. അതേപോലെ നമ്മൾക്കും ജീവിക്കാം. പക്ഷേ ആഡംബരങ്ങൾ വേണമെങ്കിലും അതും ചെയ്യാൻ കുഴപ്പമില്ല. ഞാനിവിടെ പറയുന്നത്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവിന്റെ സമ്പത്തെടുത്ത് നിങ്ങൾ സദഖ ചെയ്യാൻ പാടില്ല. അതിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയാറുണ്ട്, അവരുടെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു വെക്കണമെന്ന് പറയാറുണ്ട്. എന്തിന്? ഒരുപക്ഷേ നരകത്തെ കുറിച്ച് പറഞ്ഞ് അവരിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് പെണ്ണുങ്ങൾ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ സ്വതം കൊടുക്കാറുണ്ട്. പേടിച്ചിട്ട് അത് കൊടുക്കുന്നത്. പിന്നെ കൊടുത്തിട്ട് വീട്ടിലെത്തുമ്പോഴാണ് ഞാനാമൊയിലാരുടെ വാത് കേട്ടിട്ട് കൊടുത്തു പോയതാണ്, ഒന്നും എന്റെ കയ്യിലില്ലല്ലോ എന്ന് വിഷമിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത്, ആലോചിക്കാതെ വാലിന്റെ ആവേശം കൊണ്ടൊന്നും നിങ്ങൾ സ്വതക്ക ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഖബറിലേക്ക് വരണം. നിങ്ങളുടെ ഖബറിലേക്ക് ഫലം ലഭിക്കണമെന്നുള്ള നീയത്തോടുകൂടെ നിങ്ങൾ സ്വയം അറിഞ്ഞു കൊടുക്കേണ്ടവരാണ്. ഏതായാലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ സ്വതക്ക കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു തആല ശിക്ഷ നൽകുമെന്നും ഭർത്താവിന് അല്ലാഹു പ്രതിഫലം നൽകുമെന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പെണ്ണടുത്ത ചോദ്യം ചോദിച്ചു, യാ നബി അല്ലാഹ് മാ ഹഖ്ഖു സൗജി അലാ ഇംറഅതിഹി. ഒരു പെണ്ണിന് ഭർത്താവിനോട് ഇനിയും വല്ല കടപ്പാടുകളുണ്ടോ, വല്ല ബാധ്യതകളുണ്ടോ നബിയേ? നബി തങ്ങൾ പറഞ്ഞുകൊണ്ട്, ലാ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. അത് വാനിലാണെങ്കിലും ശരി, ഭർത്താവ് ഗൾഫ് രാജ്യങ്ങളിലാണ്,
നാട്ടിൽ നടക്കുന്നുണ്ട്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ പെണ്ണ് വാതിൽ വന്നാൽ തിരിച്ചു വീട്ടിലെത്തുന്നത് വരെ അല്ലാഹുവും അവന്റെ മലായികകളും പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെയല്ലേ ഷോപ്പിംഗ് മാളുകളിലേക്ക് പോകുന്നത്, പിന്നെയല്ലേ പർച്ചേസുകൾക്ക് പോകുന്നത്, പിന്നെയല്ലേ അങ്ങാടികളിലേക്ക് പോകുന്നത്. അയൽവാസികളാണെങ്കിൽ വരെ ഭർത്താവിനോട് പറയണം, ഞാൻ ഇടയ്ക്കിടെ അയൽവാസികളുടെ വീട്ടിൽ പോവാറുണ്ട് എന്ന്. കുടുംബക്കാരുടെ വീട്ടിലേക്കോ ഒരു കാരണവശാലും സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ വരെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ മലാക്കമാരുടെ ശാപമുണ്ടാകുമെന്ന് മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ. എനിക്കറിയാം, ഗൾഫിൽ നിന്ന് ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് അഥവാ സൗദിയിലുള്ള ഒരു പെണ്ണ് ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് ദുബായിൽ പോയി പിതാവിന്റെ കൂടെ നിൽക്കുന്നവരറിയാം. ഒരു സമ്മതമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ഭർത്താവിനോട് പിണങ്ങാൻ നമ്മൾക്ക് അവകാശമുള്ള ചില വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ ഭർത്താവ് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഒരു പെണ്ണിന് പ്രസവ ചെയ്യാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ഈ ദാമ്പത്യ ജീവിതത്തിലെ ചില വിള്ളലുകൾക്ക് കാരണമാകുന്ന സ്വാധീനമില്ലെങ്കിലേ ഒരു പെണ്ണിന് ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടാൻ അർഹതയുള്ളൂ. പക്ഷേ ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ പേരിൽ 10,000 രൂപയല്ല, 5,000-ഉം 10,000-ഉം റിയാലുകളും ദിർഹമുകളൊക്കെ ചെലവഴിച്ചിട്ട് അതൊരു പക്ഷേ മാസം ചെലവഴിക്കുന്ന സ്ത്രീകൾ, അത് ഭർത്താവ് കൊടുക്കാത്തതിന്റെ പേരിലൊക്കെ പിണങ്ങി മാറി നിൽക്കുന്ന ഭാര്യമാരുണ്ട്. ഭർത്താവിന്റെ സമ്മതമുണ്ടോ? ഇല്ല. എനിക്കറിയാം ഒരു ദമ്പതികളെ എങ്ങനെ വിവാഹം കഴിച്ചിട്ട് 2 വർഷത്തോളമായി ഭർത്താവിനെ കിടപ്പറ പങ്കിടാൻ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഈ ഭർത്താവ് ശരിയാകുമെന്ന് വിചാരിച്ച് 2 വർഷക്കാലമാണ് കൂടെ കൊണ്ടു നടന്നത്. വീട്ടിലുള്ള ഉമ്മയോട് പറഞ്ഞില്ല, വീട്ടിലുള്ള ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പിതാവിനോടോ പറയാതെ ഈ പെണ്ണ് ശരിയാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഏകദേശം 2 വർഷക്കാലം ഈ പെണ്ണിനെയും കൊണ്ടു നടന്നു. ഗൾഫിലേക്ക് കൊണ്ടുപോയി, പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തൃപ്തിപ്പെടുത്താൻ വേണ്ടി. പക്ഷേ പെണ്ണ് ഒരു നിലക്കും ഈ ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അവസാനം ത്വലാഖിലേക്ക് എത്തുകയാണ്. പ്രശ്നം ആരുടേതാണ്? ഭർത്താവിൻ്റെതാണോ അല്ല പെണ്ണിൻ്റെതാണോ? ത്വലാഖിലേക്ക് ആരുടേതാ പ്രശ്നം? ഭർത്താവിനെ വേണ്ടാഞ്ഞിട്ടാണോ പെണ്ണിന് വേണ്ടാഞ്ഞിട്ടാണോ? ആർക്കാ വേണ്ടാത്തത്? പെണ്ണിന് വേണ്ടാത്തല്ലേ? അപ്പൊ പെണ്ണ് ഇങ്ങോട്ടല്ലേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? 2 വർഷക്കാലം ഒരു ചെറുപ്പക്കാരന്റെ ദാമ്പത്യ ജീവിതത്തിൽ 2 വർഷക്കാലം പെണ്ണിങ്ങനെ ഈ ഭർത്താവിനെ തടഞ്ഞു നിർത്തിയതിന്റെ പേരിൽ, ഭർത്താവിന്റെ സമയം കടഞ്ഞതിന്റെ പേരിൽ പെണ്ണല്ലയോ ഭർത്താവിന് സത്യത്തിലൂടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. പക്ഷേ എന്നിട്ട് 25 ലക്ഷം ഭർത്താവിനോട് നഷ്ടപരിഹാരം ചോദിക്കുകയാണ് കുടുംബം. ഇതൊക്കെയാണ് ഈ ലോകത്തിന്റെ നടപ്പ്. പെണ്ണിന്റെ കയ്യിലാണ് നിയമമുള്ളത്, കോടതി പെണ്ണിന്റെ കയ്യിലാണ്, നിയമം പെണ്ണിന്റെ കയ്യിലാണ്, നിയമപാലകർ പെണ്ണിന്റെ കയ്യിലാണ്. സത്യത്തിൽ എന്ത് തെറ്റാണ് ഈ ഭർത്താവ് ചെയ്തത്? ഈ ഭർത്താവ് ഇനിയും ഈ പെണ്ണിനെ കൊണ്ട് നടക്കാൻ തയ്യാറുണ്ട്. ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് പെണ്ണിന്റെ കുടുംബമാണ്. ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല, ഒന്ന് ടച്ച് ചെയ്യാൻ പോലും ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല. എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഈ ഭർത്താവാണ്, 25 ലക്ഷം. ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും നമ്മൾക്ക്? ഈ പെണ്ണൊക്കെ ഇനി ഈ 25 ലക്ഷം കൊണ്ട് ജീവിച്ചാൽ ഈ പെണ്ണിന് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹുവിന്റെ ശാപം ഇവർക്കുണ്ടാവൂലേ? ഇനി ആ പെണ്ണൊക്കെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഭർത്താവിന്റെ പ്രീതി ലഭിക്കാതെ ത്വലാഖ് ചെല്ലപ്പെടുകയല്ലേ അവിടെ സംഭവിക്കുന്നത്? ഭർത്താവിന്റെ ഒരു കുറവുമില്ലാതെ ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്യാൻ പെണ്ണിന്റെ ആവശ്യപ്രകാരം, എന്നിട്ട് എവിടെയാണ് ഈ പെണ്ണ് പോയെത്തുക? ദുനിയാവ് പോട്ടെ, ആഖിറത്തിൽ എന്തായിരിക്കും ഈ പെണ്ണിന് കിട്ടാനുള്ളത്? വേറെ ഒരു കുടുംബത്തറിയാം, കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണും ഭാര്യയും ഭർത്താവും ഗൾഫിലാണ് ജീവിതം. അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായി. പിന്നെ കുഞ്ഞെല്ലാം ആയതിനു ശേഷം പെണ്ണിന് ഭർത്താവിന് വേണ്ട. എന്താ കാരണം? ഒരു കാരണമില്ല. എന്താ കാരണം? ഒരു കാരണവുമില്ല. ഒരു കാരണവുമില്ലാതെ എനിക്ക് ഭർത്താവ് വേണ്ട. ഭർത്താവ് ഫോൺ വിളിച്ചാൽ സംസാരിക്കൂല, ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കൂല, ഭർത്താവിനെ കണ്ടാൽ മിണ്ടൂല. അങ്ങനെ സ്വന്തം വീട്ടിൽ പോയി പെണ്ണിന്റെ പിതാവ് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുകയാണ്. ഈ ഭർത്താവിന്റെ കുഞ്ഞല്ലയോ അത്? ആ കുഞ്ഞ് ഭർത്താവിനല്ലയോ അവകാശപ്പെട്ടത്? എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് പെണ്ണ് പോവുക, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുക, എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഭർത്താവ്. എവിടേക്കാണ് ഈ നമ്മുടെ സഹോദരിമാർ എത്തുന്നത്? ഇതൊക്കെ എത്ര കാലം കഴിക്കും നിങ്ങൾ?
എത്ര കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കളികൾ കളിക്കും? ആരോടായി കളിക്കുന്നത്? ഇതൊക്കെ ഈ പറഞ്ഞ ലിബറൽ ചിന്താഗതികളിലെ ഫെമിനിസ്റ്റുകൾക്ക് പറ്റും. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസമുള്ള, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസമുള്ള പെണ്ണാണെങ്കിൽ ആ പെണ്ണിന്റെ കാര്യം കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്തിന്റെ പ്രശ്നമെന്ന് വെച്ചാൽ ദീൻ പഠിക്കാത്ത കുഴപ്പമാണിത്, ദീൻ മനസ്സിലാക്കാത്ത കുഴപ്പമാണിത്. ഭാര്യയുടെ കടപ്പാടുകൾ മനസ്സിലാക്കാതെ വിവാഹം കഴിച്ചതിന്റെ പ്രശ്നമാണിത്. അങ്ങനെ എത്രയെത്ര ഭർത്താക്കന്മാര് പെണ്ണിന്റെ കയ്യിൽ നിയമവും നീതിയും നിയമപാലകരും കോടതിയും ഉള്ളത് കൊണ്ട് അടിയെണ്ണേണ്ടി വരുന്നുണ്ട്, ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ശാപം ജീവിതത്തിൽ അനുഭവിച്ചിട്ടല്ലാതെ അത്തരം സ്ത്രീകൾ മരിച്ചു പോകില്ല എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ മഹത്തായ ഹദീസ് ഓരോ സഹോദരിമാരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അത് വാതിലാണെങ്കിലും ശരി, അത് ഉമ്മയുടെ വീട്ടിലേക്കാണെങ്കിലും ശരി, അത് അങ്ങാടിയിലേക്കാണെങ്കിലും ശരി, ഷോപ്പിംഗ് മാളുകളിലേക്കാണെങ്കിലും ശരി, അങ്ങനെ ഒരു പെണ്ണ് ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ പെണ്ണിനെ ശപിക്കുമെന്നാണ്. ദേഷ്യത്തിന്റെ കോപത്തിന്റെ മലക്കുകളും പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പെണ്ണ് തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ, ആ പെണ്ണ് ഈ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈ പെണ്ണിനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ ഈ പെണ്ണ് മരണപ്പെട്ടാൽ ആ പെണ്ണ് നരകത്തിലാണെന്നതിൽ സംശയമേ ഇല്ല. ദീനിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന സ്ത്രീകളോടാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോഴാണ് ആ പെണ്ണ് ചോദിച്ചത്, യാ നബി അല്ലാഹുവിന്റെ ഹബീബേ, ഫഇൻ കാന ലഹാ ളാലിമാ, ഈ ഭർത്താവ് അക്രമിയാണെങ്കിലോ നബിയെ, കള്ളും കുടിച്ച് വീട്ടിലേക്ക് വന്ന് ഭർത്താവിനെ പീഡിപ്പിക്കുന്നവർ, ഭാര്യയെ പീഡിപ്പിക്കുന്നവർ, ഭാര്യയെ അടിക്കുന്നവർ, ഭാര്യയെ ചീത്ത വിളിക്കുന്നവർ, ഭാര്യയെ തെരവിളിക്കുന്നവർ, ഇങ്ങനെയുള്ള സ്വഭാവക്കാരായ ഭർത്താക്കന്മാരാണെങ്കിൽ അവരോട് എങ്ങനെയാണ് ഒരു പെണ്ണ് പെരുമാറേണ്ടത് എന്ന് നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, വഇൻ കാന ലഹാ ളാലിമാ, നായകളുടെ സ്വഭാവമാണല്ലോ കാണിക്കുക. പട്ടികൾ കുരക്കുമ്പോൾ നമ്മൾ തിരിച്ചു കുരക്കുന്നത് എന്തിനാണ്? പട്ടികൾ കുരക്കുമ്പോൾ അവരുടെ സ്വഭാവമാണ്. നമ്മൾ തിരിച്ചു കുരക്കുന്നത് നമ്മളും പട്ടിയാവുകയല്ലേ ചെയ്യുന്നത്. അഥവാ തെറിയും പീഡനങ്ങളും അക്രമവും കാണിക്കുന്ന ഭർത്താവിനോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ല ഒരു പെണ്ണ് ചെയ്യേണ്ടത്. നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി അടുത്ത് ചെയ്ത് ജീവിക്കലാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി. അല്ലാതെ ഭർത്താവ് അക്രമിയാണെന്ന് വെച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇസ്ലാം നിങ്ങൾക്ക് സമ്മതം നൽകുന്നില്ല. ഭർത്താവ് പീഡിപ്പിക്കുന്നു, സ്വത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, സ്വർണത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, പാചകം പോരാത്തതിന്റെ പേരിൽ, വൃത്തിയില്ലാത്തതിന്റെ പേരിൽ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരായാൽ പോലും നിങ്ങൾ ഭർത്താവിനോട് ഒരു നിലക്കും അക്രമം കാണിക്കരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പോഴാണ് ഈ പെണ്ണിന് തങ്ങളോട് പറഞ്ഞത്, അല്ലാഹു ആണ് സത്യം നബിയേ, ഇനി ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറല്ല. ഇനി എനിക്ക് പുതിയാപ്പിള വേണ്ട നബിയേ, ഇനി എനിക്ക് ഭർത്താവ് വേണ്ട നബിയേ. കാരണം ഭർത്താവിനോടുള്ള കടമകൾ അത്രയും ഗൗരവമാണ്. രക്ഷപ്പെടൂല. ഭർത്താവിനോടൊപ്പം മര്യാദയായി പെരുമാറിയാൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി വിവാഹം കഴിക്കൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണ് പറയുകയുണ്ടായി. ഇതൊക്കെയാണ് ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ. എന്നാൽ ഒരു പുരുഷനിലേക്ക്, ഒരു ഭർത്താവിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. ഒരു ഭർത്താവിന്റെ കടമകളെ കുറിച്ച് നമ്മൾക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ.
നിങ്ങളുടെ വിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ പരിപൂർണനായ സത്യവിശ്വാസിയാരാണ്? യഥാർത്ഥ മുഅ്മിനാരാണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവനല്ല, തസ്ബീഹുമാലയിൽ പിടിച്ചു നടക്കുന്നവനല്ല. പരിശുദ്ധമായ ഖുർആൻ ഹാഫിളാക്കിയത് കൊണ്ട് ഒരാൾ യഥാർത്ഥ മുഅ്മിനായി മാറൂല. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അഹ്സനുഹും ഖുലുഖാ, നല്ല സ്വഭാവമുള്ളവരാണ്, ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്നവർ, അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവർ, മക്കളോട്, നാട്ടുകാരോട്, കുടുംബക്കാരോട്, എല്ലാ മതസ്ഥരോടും സൽസ്വഭാവത്തോടെ പെരുമാറുന്നവരാണ് നിങ്ങളിലെ യഥാർത്ഥ വിശ്വാസി എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? 5 നേരം പള്ളിയിലേക്ക് പോകുന്ന താടിവെച്ച നിസ്കാര പ്രാമ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന, തസ്ബീഹ് മാലക്കയിൽ പിടിച്ച്, ജപമാലക്കയിൽ പിടിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു വയസ്സിൻ കാക്കയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പൊന്നാര മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ ഈ കൂട്ടത്തിൽ ആരാണ് ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നത്? അവരാണ് ഏറ്റവും നല്ലവർ. നമ്മൾ നല്ലവരാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല, നമ്മുടെ ഭാര്യമാരാണ്. ഭാര്യമാര് പറയണം എന്റെ ഭർത്താവ് 100% ശരിയാണെന്ന്. മിഅ എന്ന അറബികൾ പറയുന്നത് പോലെ ഭാര്യമാര് പറയണം എന്റെ ഭർത്താവ് നമ്പർ 1 ആണെന്ന്. എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പരാതിയില്ല, സ്നേഹം മാത്രം തരുന്ന ഭർത്താവാണ് എന്റേത്. എന്റെ ഭർത്താവ് നല്ല സ്വഭാവക്കാരനാണ്, ഇന്ന് വരെ എന്നെ ചീറ്റില്ല, ഇന്ന് വരെ എന്നെ അടിച്ചിട്ടില്ല, ഇന്ന് വരെ എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോ ഭാര്യമാരോട് ഒരു കാരണവശാലും പിണങ്ങുകയോ ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യരുത്. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ നടത്താൻ പാടില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ ഭാര്യമാരോട് പിണങ്ങരുത്, ദുനിയാവിന്റെ വിഷയത്തിൽ ഭാര്യമാരോട് പിണങ്ങരുത്. വസ്ത്രം അലക്കി തരാത്തതിന്റെ പേരിലോ, അയൺ ചെയ്ത് തരാത്തതിന്റെ പേരിലോ, ചായക്ക് രുചി പോരാത്തതിന്റെ പേരിലോ, ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിലോ, വീടടിച്ചു മാറാത്തതിന്റെ പേരിലോ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഭാര്യയോട് പിണങ്ങാനോ അടിക്കാനോ ദേഷ്യപ്പെടാനോ നിങ്ങൾക്ക് അവകാശമില്ല, അർഹതയില്ല. പക്ഷേ വിഷയം ദീനാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരു പെണ്ണ്, സുബ്ഹ് നിസ്കരിക്കാത്ത പെണ്ണ് പിണങ്ങാവുന്നതാണ്, ദേഷ്യപ്പെടാവുന്നതാണ്, അടിക്കാവുന്നതാണ്. ദീനിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട, ദീനിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും വേണ്ട, ഒരു വിളവും വേണ്ട. കാരണം ഉമ്മ ദീനുള്ളവരായാലേ മക്കൾ ദീനുള്ളവരാവുള്ളൂ. ഉമ്മയ്ക്ക് ദീനില്ലെങ്കിൽ മക്കൾക്ക് ദീനുണ്ടാവൂല. ഉമ്മ സുബ്ഹ് നിസ്കരിച്ചില്ലെങ്കിൽ മക്കളുടെ നിസ്കാരവും നിസ്കരിക്കൂല. അതുകൊണ്ട് സുബ്ഹ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ മാറ്റണം. തഹജ്ജുദ് നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടാവുന്നതാണ്. സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് പിണങ്ങാവുന്നതാണ്. സുബ്ഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ വീട്ടിലെ ഒരു പെണ്ണ് കിടന്നുറങ്ങാൻ പാടില്ല. വീട്ടിലെ ഭരണാധികാരിയാണ് അവളാണ് ആ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും, ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവൂല, ആ മക്കളിൽ ഖൈർ ഉണ്ടാവൂല. അതുകൊണ്ട് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുന്ന ഭാര്യമാരെ പിടിച്ചുണർത്തണം. അതിന്റെ പേരിൽ അവരോട് പിണങ്ങാം, അതിന്റെ പേരിൽ അവർ അടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നബിതങ്ങൾ ഭാര്യമാരോട് പിണങ്ങിയിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല, അടിച്ചിട്ടില്ല. പക്ഷേ ദീനിന്റെ വിഷയം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഗൗരവക്കാരനായിരുന്നു. തമാശകൾ പറയും, ഓട്ട മത്സരം നടത്തും, ടൂർ പോകുമ്പോൾ കൊണ്ടുപോകും, പിക്നിക്കിന് കൊണ്ടുപോകും. പക്ഷേ ദീനിന്റെ വിഷയം വന്നാൽ നബിതങ്ങൾ ഗൗരവക്കാരനാണ്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാര്യമാരോട്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു കാരണവശാലും ഒരു ഭർത്താവും ഭാര്യയെ വെറുത്തു പോകരുത്.
ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പിണങ്ങാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം മോശമായതിന്റെ പേരിൽ ഭാര്യയോട് നിങ്ങൾ പിണങ്ങരുത്. പാചകം ടേസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിലും പിണങ്ങരുത്. വൃത്തിയില്ലാത്തതിന്റെ പേരിലും പിണങ്ങരുത്. ബുദ്ധിയില്ലാത്തതിന്റെ പേരിലും പിണങ്ങരുത്. കാരണം സൗന്ദര്യമില്ലാത്ത പെണ്ണാണെങ്കിൽ ഒരു പക്ഷേ നല്ല സ്വഭാവക്കാരിയാവാൻ സാധ്യതയുണ്ട്. സൗന്ദര്യമില്ലെങ്കിലും നല്ല സ്വഭാവം ഉണ്ടാവാം, സ്വഭാവമില്ലെങ്കിലും നല്ല സൗന്ദര്യമുണ്ടാവാം. ഇനി സ്വഭാവമില്ല, സൗന്ദര്യമില്ല, നല്ല പാചകം ചെയ്യുന്നുണ്ടാവും, നല്ല പാചകക്കാരിയാവും. പാചകക്കാരിയാവുന്നില്ലെങ്കിൽ ഒന്നുകിൽ സൗന്ദര്യമുണ്ടാവും, അല്ലെങ്കിൽ വൃത്തിയുണ്ടാവും, ബുദ്ധിശക്തിയുണ്ടാവും. മക്കളെ ദീനിയായി പഠിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ ഉഷാറായിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ പെണ്ണിന് നല്ല സ്വഭാവമുണ്ടാകും, നല്ല പ്രത്യേകതയുണ്ടാകും. എല്ലാം കൊണ്ടും ഒരു നിലക്ക് ഈ പറഞ്ഞ ഒരു വിഷയത്തിലും നിങ്ങൾ കിട്ടിയ പെണ്ണിന് യോഗ്യതയില്ല. സൗന്ദര്യം പഠിച്ചോനെ കണ്ടാൽ തന്നെ പുറത്തു പോകും. സ്വഭാവം ഈ പെണ്ണിനെ പോലെ വൃത്തികെട്ടൊരു സ്വഭാവക്കാർ കണ്ടിട്ടില്ല. പാചകം ഒരു ദിവസം മര്യാദക്ക് ചായ പോലും വെച്ചിട്ടില്ല. വൃത്തി വീടിന്റെ കാര്യമൊക്കെ കണ്ട വീട്ടിലേക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാൻ പരിപാടിയാണ്. മക്കളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ? ഒരു യോഗ്യതയും നിങ്ങളുടെ പെണ്ണിനില്ലെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഒരു കുരുക്കാണ്, ഒരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയൊരു പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നബിതങ്ങൾ പറയുന്നുണ്ട്, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അത് നിങ്ങളുടെ തലയിൽ അല്ലാഹു വെച്ച് തന്നൊരു പരീക്ഷണമാണ്. വഅസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾ എപ്പോഴും വെറുക്കുന്ന, നിങ്ങൾ എപ്പോഴും കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമായിട്ട് തന്ന ഈ ഭാര്യ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഖൈറ് അല്ലാഹു മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ആ പെണ്ണിൽ നിന്ന് നിങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളെ കിട്ടിയേക്കാം. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഒരു വിശേഷണവും പെണ്ണിനില്ല, പോസിറ്റീവായിട്ട് ഒന്നുമില്ല. എന്തോ ഘട്ടകാലത്തിൽ പെട്ടുപോയി എങ്കിൽ ആ പെണ്ണിനെ തൊലാഖ് ചെല്ലണമെന്നല്ല ഇസ്ലാം പറയുന്നത്. ആ പെണ്ണിനോട് വരെ നിങ്ങൾ മാന്യമായി പെരുമാറണമെന്നാ പറയുന്നത്. മാന്യമായി പെരുമാറി പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ക്ഷമിച്ച് ഈ പെണ്ണിനെ ഇങ്ങനെ ഒരു പരീക്ഷണം അല്ലാഹു തന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ അല്ലാഹു മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. ഈ പെണ്ണിൽ നിന്നൊരു പക്ഷേ ലോകം കൊണ്ട് പ്രഗത്ഭനായ, ലോകത്ത് പ്രശസ്തനായ കൺകുളിർമയുള്ള കുഞ്ഞിനെ തന്നേക്കാം അല്ലാഹു. ചുരുക്കി പറഞ്ഞാൽ ഒരു മേഖലയിലും ഭാര്യ ഓർക്കാൻ ഒരു ഭർത്താവിന് അവകാശമില്ല. ഒന്നുകിൽ സൗന്ദര്യമുണ്ടാവും, അൽഹംദുലില്ലാഹ്, കാണുമ്പോൾ എന്തോ ഒരു റാഹത്താണ്. 14 രാവിന്റെ പൂർണ്ണമി പോലെയില്ലേ എന്റെ ഇയാളുടെ പെണ്ണ്, എന്താ പെണ്ണിന്റെ കോലം? 4 സുഹൃത്തിന്റെ പെണ്ണ്, എന്താ പെണ്ണിന്റെ കോലം? എന്റെ പെണ്ണിന് അല്ലാഹു സൗന്ദര്യം കൊടുത്തില്ലേ? ഇനി സൗന്ദര്യമില്ല, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്റെ ചങ്ങാതി നല്ല പെണ്ണ, പക്ഷെ ആ പെണ്ണിനെ കൊണ്ട് ഭർത്താവ് ബോധ്യമുട്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ പെണ്ണിന് സൗന്ദര്യം ഇല്ലെങ്കിൽ എന്താ? വീട്ടിലെത്തിയാൽ എന്തോ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഈ പെണ്ണിൽ എന്ത് സ്വഭാവമാണ് നല്ലതുള്ളത് എന്ന് നിങ്ങൾ പഠിക്കണം. സ്വഭാവമില്ല, സൗന്ദര്യമില്ല, മാഷാ അല്ലാഹ് എന്തൊരു ടേസ്റ്റാ പെണ്ണിന്റെ ഫുഡിന്. ചായ വെച്ചാൽ, ഒരു കടി ഉണ്ടാക്കിയാൽ, ഒരു ഭക്തി ഉണ്ടാക്കിയാൽ, മാഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ പെണ്ണിനൊരു പ്രത്യേകമായ ക്വാളിറ്റി ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾ തൃപ്തിപ്പെടണമെന്നാണ്. അപ്പൊ പെണ്ണിന് ഇസ്ലാം സ്ഥാനം നൽകിയിട്ടുണ്ടോ? ഇത്തരം സാഹചര്യങ്ങളിൽ പോലും പെണ്ണിനോട് നിങ്ങൾ മോശമായി പെരുമാറരുത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട് വളരെ മാന്യമായി നിങ്ങൾ പെരുമാറണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, പെണ്ണിനെ നിങ്ങൾ വെറുത്തുപോയാൽ, ഫഅസാ തക്റഹു ശൈഅൻ വജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില വിഷയങ്ങൾക്കകത്തലങ്ങളിൽ അല്ലാഹു എത്രയോ നന്മകൾ മറച്ചു വെച്ചിരിക്കാം. കാരണം ഒരു സന്തോഷവും ശാശ്വതമല്ല, ഒരു ദുഃഖവും ശാശ്വതമല്ല. എല്ലാ സന്തോഷത്തിന്റെ ശേഷവും ഒരു ദുഃഖമുണ്ട്, ഓരോ ദുഃഖത്തിന്റെ ശേഷവും ഒരു സന്തോഷമുണ്ട് എന്ന് മനസ്സിലാക്കി തൃപ്തിയോടെ മാന്യമായിട്ട് നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു. അന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്.
നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറുന്നവൻ ഞാനാണ്. 9ഓളം ഭാര്യമാരുണ്ട്. ഒരു ഭാര്യമാര് പോലും പറഞ്ഞിട്ടില്ല എന്റെ ഭർത്താവിനെ അടിച്ചിട്ടുണ്ട് എന്ന്, എന്റെ ഭർത്താവിനോട് പിണങ്ങിയിട്ടുണ്ട് എന്ന്, എന്റെ ഭർത്താവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് 9 ഭാര്യമാരിൽ ഒരു ഭാര്യ പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ ഭാര്യമാരെങ്ങനെ പറയുമോ? ഒരൊറ്റൊരു ഭാര്യയല്ലേ നമ്മൾക്കുള്ളൂ, ആ ഭാര്യ പോലും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നില്ല. എന്നൊക്കെ നമ്മൾ 4 എണ്ണം കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ 4 എണ്ണം കിട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു പെണ്ണ് ഒന്നിനെ തന്നെ നമ്മൾക്ക് മര്യാദയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് നമ്മുടെ സ്വഭാവത്തിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറുന്നവരാണ്, നന്നായി പെരുമാറുന്നവരാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദുനിയാവാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ദുനിയാവാണെങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലിത്തരാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഭാര്യമാർ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, ഖുൽ അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, ദുനിയാവിന്റെ സുഖങ്ങളാണ്, അതിന്റെ അലങ്കാരങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ വളരെ മാന്യമായി ത്വലാഖ് ചെയ്തുതരാം. എന്റെ വീട്ടിലുണ്ടാകുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, എന്റെ വീട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് പട്ടിണി അകറ്റാൻ കഴിയുമെന്ന് വരില്ല, പക്ഷേ സ്നേഹം തരാൻ എനിക്ക് കഴിയും, സ്നേഹം തരാൻ എനിക്ക് കഴിയും, ഭക്ഷണം തരാൻ കഴിയില്ല, നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരാൻ കഴിയില്ല, ചെരുപ്പുകൾ വാങ്ങിച്ചു തരാൻ കഴിയില്ല, സുഖലോലുപത നിറഞ്ഞു നിൽക്കുന്ന വീടുണ്ടാക്കി തരാൻ കഴിയില്ല. എന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്നാൽ മതി. നിങ്ങൾക്ക് ദുനിയാവാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാഖ് ചൊല്ലി നല്ല മുതലാളിമാരെ കൊണ്ട് കെട്ടിച്ചു തരാമെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോൾ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പാരത്രിക ലോകത്തെ വിജയവും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാര്യമാര് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ത്വലാഖ് ചെല്ലണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങ് മതി നബിയേ, ഞങ്ങൾക്ക് വേറൊരു പുതിയാപ്പട വേണ്ട എന്നാ പറഞ്ഞത്. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ മതി, സമ്പത്തല്ല വേണ്ടത്, വീടിന്റെ വലുപ്പമല്ല വേണ്ടത്, വീട്ടിലുണ്ടാവേണ്ടത് സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ എന്റെ ഭർത്താവ് എന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങിയിട്ട് എന്റെ ഭർത്താവിന്റെ അവസാനത്തെ ഉമിനീരും എന്റെ ഉമിനീരും പരസ്പരം അലിഞ്ഞു ചേർന്ന് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ വഫാത്തിന്റെ സമയത്ത് മരണത്തോട് മല്ലടിക്കുന്ന അവസാന ശ്വാസം ഭരിക്കുന്ന സമയത്ത് എന്നെ നോക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് പല്ല് തേക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാനൊരു അറാഖ് കൊടുക്കുന്നത്. ആ അറാഖ് വെക്കാൻ ലഭിച്ചങ്ങൾക്ക് പല്ല് തേക്കാൻ കഴിയുന്നില്ല, അറാഖ് കൊണ്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. എന്നോട് നിന്ന് മിനുസപ്പെടുത്തി തരണമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്റെ പല്ല് കൊണ്ടത് മിനുസപ്പെടുത്തി എന്റെ ഭർത്താവിന്റെ പല്ലുകൾ തേച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ എന്റെ ഭർത്താവ് മരണപ്പെടുന്നത് ആ സമയത്ത് മുഖം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്തേ? അന്ന് കൂട്ടി വെളിച്ചമുണ്ടാക്കാൻ, വെളിച്ചം കത്തിക്കാനുള്ള എണ്ണ വാങ്ങാനുള്ള ക്യാഷ് പോലും ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. അവസാന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയത്ത് പ്രിയതമയായ ആയിഷ ബിവിയാണ് പറയുന്നത്, ഞങ്ങൾക്കിടയിൽ സ്നേഹത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ല. അവസാന സമയം എന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് എന്റെ ഉമ്മിനെ കുടിച്ച് എന്റെ ഭർത്താവ് മരണപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷെ എന്റെ ഭർത്താവിന്റെ മുഖം കാണാൻ എനിക്ക് കഴിയാതെ പോയത് വിളക്കിന് എണ്ണ ഒഴിക്കാൻ, എണ്ണ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടായിട്ടില്ല. സ്നേഹം എന്ന് പറയുന്നത് സമ്പത്തല്ല. സമ്പത്തിലൂടെ സ്നേഹം കിട്ടുമെന്നും വിചാരിക്കേണ്ട. സ്നേഹമുണ്ടായാൽ വീട് സ്വർഗമാകും. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ വീടുകൾ വളരെ സന്തോഷമുള്ള വീടാക്കി തരട്ടെ. മഹാനായ നിമിഷങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്,
ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നത് മാന്യന്മാരായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരാൾ ഭാര്യമാരോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അവർ നീചരാണ്, അവർ നികൃഷ്ടരാണ്, അവരൊന്നിനും കൊള്ളാത്തവരാണ്, അവർ നിന്ദ്യരാണ്. ആരെങ്കിലും ഒരാൾ ഭാര്യയോട് പഞ്ചസാര തരാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, അയൺ ചെയ്ത് തരാത്തതിന്റെ പേരിൽ, ചെരുപ്പ് വൃത്തിയാക്കി തരാത്തതിന്റെ പേരിൽ, വസ്ത്രം അലക്കി തരാത്തതിന്റെ പേരിൽ ഒരാൾക്കും ഭാര്യമാരോട് ദേഷ്യപ്പെടാനുള്ള അവകാശമില്ല. കാരണം പെണ്ണിന് നിർബന്ധമല്ല നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ, പെണ്ണിന് നിർബന്ധമില്ല നിങ്ങൾക്ക് വസ്ത്രം അലക്കി തരാൻ, പെണ്ണിന് നിർബന്ധമില്ല നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാൻ. അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ, നമ്മുടെ സ്ത്രീകൾ ചെയ്തു തരുന്ന ഓഫറുകളാണത്. ആ ഓഫറുകൾ കിട്ടാത്തതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരാൾ ഭാര്യമാരോട് ചൂടാവുക? ബോണസ് കിട്ടാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുമോ? അവകാശം കിട്ടിയില്ലെങ്കിൽ അല്ലേ ചൂടാവുക? നമ്മൾ റീചാർജ് ചെയ്തിട്ട് 100 രൂപയുടെ റീചാർജ് ചെയ്തിട്ട് ഫുൾ ടോക്ക് ടൈം ആണെന്ന് പറഞ്ഞ് 100 രൂപ കിട്ടിയില്ലെങ്കിലല്ലേ നമ്മൾ ചൂടാവേണ്ടത്? 100 രൂപയുടെ കൂടെ 110 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചൂടാവാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഉദാഹരണം മനസ്സിലാക്കണം. 100 രൂപയുടെ ഫുൾ ടോക്ക് ടൈം ആണെന്ന് പറഞ്ഞ് നമ്മൾ റീചാർജ് ചെയ്യാന് 100 രൂപ തന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും 10 രൂപ കൂടുതൽ തരാത്തത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ല, അത് ഓഫറാണ്. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾ ചെയ്തിരുന്നത് ഓഫറാണ്. ഭക്ഷണം പാചകം ചെയ്തിരുന്നത്, വസ്ത്രം അലക്കി തരുന്നത്, ചെരുപ്പ് വൃത്തിയാക്കി തരുന്നത് എല്ലാം ഓഫറുകളാണ്. ഈ ഓഫറുകൾ ചെയ്തു തരാത്തതിന്റെ പേരിൽ എങ്ങനെയാണ് പുരുഷന്മാരായ നമ്മൾ ദേഷ്യപ്പെടുന്നത്? എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ഞാൻ പറയുന്നത്, ദുനിയാവിന്റെ വിഷയത്തിൽ ഒരാൾ പോലും ഒരു പെണ്ണിനോട് ദേഷ്യപ്പെടാൻ പാടില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ ഭൗതികമായ വിഷയം ചെയ്തു തന്നില്ലെങ്കിൽ ഒരാളും ഒരു പെണ്ണിനോട് ദേഷ്യപ്പെടാൻ പാടില്ല. അത് വൃത്തികെട്ട സ്വഭാവമാണ്. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസ് നൽകാനും പാടില്ല. ദീനിന്റെ വിഷയത്തിൽ ഒരു ഇളവ് നമ്മൾ നൽകാനും പാടില്ല. നിസ്കരിക്കാത്ത പെണ്ണ്, ഖുർആൻ ഓതാത്ത പെണ്ണ്, സുബഹി നിസ്കരിക്കാത്ത പെണ്ണ്, സുബഹിക്ക് ശേഷം ഉറങ്ങുന്ന പെണ്ണ്, ദീനിന്റെ വിഷയം കർശനമാണ്. അവിടെയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവർ ഉന്നതരാണെന്നും മഹത്വമുള്ളവരാണെന്നും മോശമായി പെരുമാറുന്നവർ നികൃഷ്ടരാണ്, നിന്ദ്യരാണ് എന്നും ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ പോവുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇടയിൽ മൊബൈൽ കളിക്കാൻ ഡൗട്ട്. അതിന്റെ സദസ്സിൽ വന്നിട്ട് അനുസരിച്ച് മൊബൈലിൽ കളിക്കാനൊക്കെ പോയിട്ട് അതിന്റെ സദസ്സിലേക്ക് മൊബൈലെ കൊണ്ടുവരണം. പിന്നെയോ നബിതങ്ങൾ പറയുന്ന ഒരു വിഷയം, ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മഹാനായ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഅലമിൽ അമാനത്തി, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇന്ന മിൻ അഅലമിൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ആണുങ്ങളും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു നമ്മൾക്ക് ചില വിഷയങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അമാനത്തായി ചില വിഷയങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട് നമ്മൾക്ക്. ആ അമാനത്തിൽ നമ്മൾ വിള്ളലുകൾ ഉണ്ടാക്കാൻ പാടില്ല, വീഴ്ച വരുത്താൻ പാടില്ല. അത് ഒരാളൊരു മൊബൈൽ സൂക്ഷിക്കാൻ തന്നാൽ അത് അതേപോലെ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം. എന്തെങ്കിലും ഒരു വസ്തു സൂക്ഷിക്കാൻ തന്നാൽ അതേപോലെ തിരിച്ചു കൊടുക്കണം. മക്കൾ അള്ളാഹു സൂക്ഷിക്കാൻ തന്ന അമാനത്താണ്. അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ഒരു അമാനത്ത് തന്നിട്ടുണ്ട്. ഇന്ന മിൻ അഅലമിൽ അമാനത്തി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏറ്റവും മഹത്വമുള്ള പ്രാധാന്യമുള്ള അമാനത്ത് അർറജുലു യഫ്ളി ഇല ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. ഒരു ആണും ഒരു പെണ്ണും കിടപ്പറ പങ്കിടുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയായാൽ ഒരാണും ഒരു പെണ്ണും കിടപ്പറ പങ്കിടുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണ് അവരുടെ ചങ്ങാതിമാരുടെ അടുത്ത് പോയി കിടപ്പറ പങ്കിട്ട രംഗങ്ങൾ, അവരുടെ അണിയറ രഹസ്യങ്ങൾ ചങ്ങാതിമാരോട് ഷെയർ ചെയ്യുന്നത്. ഒരു പുരുഷൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ സുഹൃത്തുക്കളുമായി കിടപ്പറ കിടപ്പറ അണിയറ രഹസ്യങ്ങൾ പങ്കിടുന്നത്, ചർച്ച ചെയ്യുന്നത്, അത് ഏറ്റവും വലിയ അപരാധമാണ്. അള്ളാഹുവിന്റെ അമാനത്തിൽ കൈയിടലാണത്. അള്ളാഹു നാളെ ആഖിറത്തിൽ ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നും അത്തരം അണിയറ രഹസ്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നവർക്കെതിരെ അള്ളാഹു ആക്ഷൻ എടുക്കുമെന്നും നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. അഥവാ അണിയറ രഹസ്യം എന്നുള്ളത് രഹസ്യമാണത്.
അത് രഹസ്യമാണ്. അത് നമ്മൾ മറ്റൊരാളോട് പങ്കുവെക്കാൻ പാടില്ല. ചങ്ങാതിമാരെ കിട്ടിയാൽ എല്ലാം തുറന്നു പറയാൻ പാടില്ല. സ്ത്രീകളും പറയുന്നുണ്ട്, പുരുഷന്മാരും പറയുന്നുണ്ട്. ഇന്നും നബി തങ്ങൾ ഒരിക്കലും ചോദിച്ചു, നിങ്ങളുടെ ഭാര്യമാരുടെ കിടപ്പറ രഹസ്യങ്ങൾ നിങ്ങൾ ചങ്ങാതിമാരോട് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ആണുങ്ങളാരും മിണ്ടിയില്ല. അപ്പൊ നബി തങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ പറയാറുണ്ടോ എന്ന്. അവരും ആരും മിണ്ടിയില്ല. അപ്പോഴാണ് ഒരു പെണ്ണെണീറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, നബിയേ, ഇവരൊക്കെ കള്ളം പറയാണ് നബിയേ. ആണുങ്ങളും പറയാറുണ്ട്, പെണ്ണുങ്ങളും പറയാറുണ്ട് നബിയെ കിടപ്പറ രഹസ്യങ്ങള്, അണിയറ രഹസ്യങ്ങള്. അവന്റെ മിത്രങ്ങൾ പറഞ്ഞത് അശ്ലീലമാണത്, അത് വൃത്തികേടാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ 2 പിശാചുക്കൾക്ക് സമാനമാണ്. അണിയറ രഹസ്യം പുറത്തുവിടുന്ന പെണ്ണ് പിശാചിനെ പോലെയാണ്, ആൺ പിശാചിനെ പോലെയാണ്. 2 പേരും പിശാച് അവിടെ നിന്ന് വരുന്നു, ആൺ പിശാച് അവിടെ നിന്ന് വരുന്നു. എന്നിട്ട് ഈ ആളുകളെല്ലാം കൂടിയ സ്ഥലത്ത് ആൺ പിശാച് വസ്ത്രമഴിക്കുന്നു, പെൺപിശാചും വസ്ത്രമഴിക്കുന്നു. എന്നിട്ട് ഈ ജനമധ്യ ആളുകൾ നോക്കി നിൽക്കെ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് അണിയറ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭർത്താവിന്റെ രഹസ്യം പെണ്ണ് പറയാൻ പാടില്ല, പെണ്ണിന്റെ രഹസ്യം ഭർത്താവും പറയാൻ പാടില്ല. ഇനി അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ചെറിയ ഒരു എത്തിനോട്ടം നിങ്ങൾ നോക്കണം. കുടുംബക്കാരോട്, സ്ത്രീകളോട്, ഭാര്യമാരോട് നബിതങ്ങൾ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? നബിതങ്ങൾ വീട്ടിലുള്ള ആടിനെ പാല് കറന്നെടുക്കാറുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പെണ്ണിന്റെ പണിയാണെന്ന്, നമ്മൾ വിചാരിച്ചത് അത് പെണ്ണിന്റെ പണിയാണെന്ന്. പശുക്കളെയും ആടുകളെയും പാല് കറന്നെടുത്തത് പെണ്ണിന്റെ പണിയല്ല. ആരാ നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പള്ളി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണോ നബിതങ്ങൾക്കുള്ളത്? ഒരു നാട്ടിലെ MLA-യുടെ ഉത്തരവാദിത്തമാണോ? മന്ത്രിയുടെ ഉത്തരവാദിത്തമാണോ? ഒരു പ്രൈം മിനിസ്റ്ററുടെ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററുടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമാണോ? അല്ല. 20ഓളമല്ല, എത്രയോ രാജ്യങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിലാണ്. ഒരു രാജ്യത്തിന്റെ വികസനം നബിതങ്ങളുടെ കൈകളിലാണ്. അതിനിടയിൽ ദീനിയായ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. മസ്അല ചോദിച്ച ആളുകൾ വരും, മസ്അലകൾ പറഞ്ഞു കൊടുക്കണം. ശരീഅത്തിൽ പുതിയ വിഷയങ്ങൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇടയ്ക്കിടെ യുദ്ധം ചെയ്യാൻ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കടന്നു വരുമ്പോ ഒരു ന്യായാധിപനായി, പട്ടാളക്കാരനായി മുമ്പിൽ നിന്ന് യുദ്ധത്തെ നയിക്കണം. ഇങ്ങനെയൊക്കെ തിക്കും തിരക്കും പിടിച്ച ഈ ജീവിതത്തിനിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലുള്ള പാല്, ആടിന്റെ പാൽ കറന്നു കൊടുത്തിരുന്നു എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യമാരെ തലയിൽ വെച്ച് നടക്കണം. നബിതങ്ങൾക്ക് തിരക്കല്ലേ? നമ്മൾക്ക് നബിതങ്ങളെക്കാളും തിരക്കുണ്ടോ? എന്ത് തിരക്കാണ് നമ്മൾക്കുള്ളത്? എന്ത് തിരക്കാണുള്ളത്? നബിതങ്ങളെ പോലെയാണോ നമ്മൾ? എത്ര ആളുകൾ നബിതങ്ങളെ കാണാൻ ദിവസവും വരും? എത്ര ആളുകൾ നബിതങ്ങളുടെ കൂടെ ഉണ്ടാവും? എവിടേക്കൊക്കെ ദീനിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കണം, എവിടെയൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. എന്നിട്ടും വീട്ടിലുള്ള തൊഴുത്തിൽ പോയി ആടുകളുടെ പാൽ കറന്നു കൊണ്ടുവന്നിരുന്നത് നബിതങ്ങളാണ്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് ചെരുപ്പ് വൃത്തിയാക്കിയിരുന്നതും നബിതങ്ങളാണ്. ഭാര്യയോടല്ല ഇത് വൃത്തിയാക്കി എന്ന് പറയേണ്ടത്, ചെരുപ്പ് വൃത്തിയാക്കാൻ പറയേണ്ടത്, കഴുകി വൃത്തിയാക്കാൻ ഭാര്യയോട് പറയരുത്, നിങ്ങൾ ചെയ്യണം. ഇനി ഒരു പെണ്ണ് ചെയ്തു തന്നാൽ അത് ഓഫറാണ്. ആ പെണ്ണിന് നിങ്ങൾ തലയിൽ വെച്ച് നടക്കാൻ വേണം. ഒരു പെണ്ണ് അറിഞ്ഞുകൊണ്ട്, സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെണ്ണ് നിങ്ങളുടെ ചെരുപ്പ് വൃത്തിയാക്കി തരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അവളോട് നിങ്ങൾ പറയരുത്, അവളോട് നിങ്ങൾ കൽപ്പിക്കരുത്, അത് മോശമാണ്. എന്റെ ചെരുപ്പ് വൃത്തിയാക്കാൻ നിങ്ങൾ പെണ്ണിനോട് പറയരുത്. ചെയ്യാത്തതിന്റെ പേരിൽ പെണ്ണിന്റെ കുറ്റവും കുറവും പറയരുത്. ചെയ്യാത്ത പെണ്ണ് മോശക്കാരിയല്ല, അവൾക്കതിന്റെ ബാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം. നബിതങ്ങൾ സ്വന്തമായി ചെരുപ്പ് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്തേ നമ്മൾക്ക് കഴിയാതെ പോകുന്നത്? നമ്മൾ എന്തേ വൃത്തിയാക്കാൻ എന്ത് സമയം വേണ്ടത്? കുളിക്കുമ്പോൾ നമുക്ക് ചെയ്താൽ പോരെ? നമ്മുടെ ഷൂകൾ പോളിഷ് ചെയ്തിരുന്നത് ഭാര്യമാരെ ഏൽപ്പിക്കരുത്, നമ്മൾ ചെയ്യണം. എന്നാൽ ഒരു പെണ്ണ് ചെയ്താൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കാൻ വരെ അവകാശമുണ്ട്. പെണ്ണിനെവിടെ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും കൊടുക്കണം സന്തോഷം കൊണ്ട്. എന്നാൽ അടുത്തതായി നബിതങ്ങൾ ചെയ്തിരുന്നത്, വസ്ത്രം കീറിപ്പോയാൽ വസ്ത്രം തുന്നാറുണ്ടായിരുന്നു. തുന്നി ചേർക്കുന്നത് പെണ്ണുങ്ങളുടെ പണിയാണെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നത് തിന്നാനും അതുപോലെ തുന്നി ചേർക്കാനും നമ്മൾ പറയും. നബിതങ്ങൾ സ്വയം തുന്നി ചേർക്കാറുണ്ട്. അതേപോലെ സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങളെല്ലാം നബിതങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. വീടടിച്ചു മാറിയിരുന്നത് നബിതങ്ങളാണ്.
വീടടിച്ചു മാറിയിരുന്നത് നിമിഷങ്ങളാണ്. എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നിമിഷങ്ങളുടേത്? നമ്മുടെ പോലെ 4000, 3000, 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണോ? അല്ല, ഒരൊറ്റൊരു മുറിയാണ്. ആ മുറിയിൽ 2 പേർക്ക് കഷ്ടിച്ച് കിടന്നുറങ്ങാനേ പറ്റുള്ളൂ. ഒരാൾ ഉറങ്ങിയാൽ അടുത്ത ആൾക്ക് നിസ്കരിക്കാൻ വരെ പ്രയാസമാണ്. ചില വീടുകളിൽ തല വെച്ചാൽ കാല് പുറത്തായിരുന്നു, ഒന്ന് ചാടിയാൽ കൈകൾ ചുമരിൽ റൂഫിൽ തട്ടുമായിരുന്നു, മച്ചിൽ തട്ടുമായിരുന്നു. ഇത്രയും ചെറിയ വീട്, അഥവാ ഒരു ചൂലെടുത്ത് അടിക്ക് 2 വട്ടം ഒന്നിങ്ങനെ അനക്കാനേ ഉണ്ടായിരുന്നു. അത്രയും ചെറിയ വീട്. അഥവാ ആയിഷാക്ക് ഒരു പണിയുമില്ല, ഭാര്യമാർക്കൊരു പണിയുമില്ല. നമ്മളെ പോലെ 4-5 റൂമുകൾ, അതിലുള്ള 4-5 ബാത്റൂമുകൾ, അതിന് പുറമെ ലിവിംഗ് റൂം വേറെ, ഗസ്റ്റ് റൂം വേറെ, ഡൈനിങ് വേറെ, പ്രയർ റൂം വേറെ, കിച്ചൺ വേറെ. ഓരോ സ്ഥലങ്ങൾ വൃത്തിയാക്കാനില്ല. അവരുടെ കിച്ചണും അവരുടെ ലിവിംഗും അവരുടെ ഗസ്റ്റ് റൂമും അവരുടെ ഡൈനിങ്ങും അവരുടെ മാസ്റ്റർ ബെഡ്റൂമും എല്ലാം ഒന്ന് തന്നെയാണ്. അതിലൊന്നും ചൂലെടുത്തടിക്കാനേ ഉള്ളൂ. എന്നിട്ട് പോലും ആരെ കൊണ്ടെടുപ്പിക്കാതെ അല്ലാഹുവിന്റെ ഹബീബ് സ്വന്തം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഹാദിമീങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നബിതങ്ങൾ ഭക്ഷണം കഴിക്കും. ഹാദിമീങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നബിതങ്ങൾ ഭക്ഷണത്തിന് മാവുണ്ടാക്കും. നമ്മളെപ്പോഴെങ്കിലും മാവുണ്ടാക്കി കൊടുക്കാറുണ്ടോ? കറികൾക്കുള്ള അതേപോലെ ഭക്ഷണങ്ങൾക്കുള്ള മാവുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അരച്ചു കൊടുക്കാറുണ്ടോ? പൊടിയാക്കി കൊടുക്കാറുണ്ടോ? നബിതങ്ങളാണ് ചെയ്തിരുന്നത്. വീട്ടിൽ ഏത് വീട്ടിലെന്നറിയോ? ആ വീടിന്റെ ഭക്ഷണത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ? രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് 3 ഈത്തപ്പഴമാണ് അവർ കഴിക്കുന്നത്, പിന്നെ വെള്ളമാണ് കഴിക്കുന്നത്. അടുത്ത ഭക്ഷണം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഈത്തപ്പഴവും വെള്ളമാണ്. പിറ്റേ ദിവസം വീണ്ടും അത്താഴ സമയത്ത് ഈത്തപ്പഴമാണ്, വെള്ളമാണ്. പിറ്റേ ദിവസം വീണ്ടും വെള്ളം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇടയിൽ വിഷന്നാൽ ഈത്തപ്പഴം. അവിടെ മാവരക്കാനില്ല, അവിടെ മത്സ്യം കൊണ്ടുവരാനില്ല, അവിടെ ഇറച്ചി മുറിക്കാറില്ല. 2 മാസക്കാലമൊക്കെ ഈത്തപ്പഴം കൊണ്ട് വെള്ളം കൊണ്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടുകാര്. അപ്പോൾ രാവിലെ നാസ്ത ഉണ്ടാക്കണോ? രാവിലെ എണീറ്റ് ഉടനെ ചായ ഉണ്ടാക്കാനുണ്ടോ? 10 മണിക്കൊരു നാസ്തയുണ്ടോ? 11 മണിക്കൊരു കഞ്ഞിയുണ്ടോ? ഉച്ചയ്ക്കൊരു ഭക്ഷണമുണ്ടോ? വൈകുന്നേരം ഒരു ചായയുണ്ടോ? രാത്രിയായാൽ ഒരു ഭക്ഷണമുണ്ടോ? ഒന്നുമില്ല. ഈത്തപ്പഴവും വെള്ളവും. ആ വീട്ടിൽ വരെ അല്ലാഹുവിന്റെ ഹബീബ് അടിച്ചു വാരി കൊടുത്തിരുന്നുവെങ്കിൽ അവിടുത്തെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. രാവിലെ നാസ്ത ഉണ്ടാക്കാനില്ല. നമ്മുടെയൊക്കെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? രാവിലെ എണീറ്റാൽ മെഷീനുകൾ പോലെ ഇവർ തുടങ്ങുകയാണ് രാത്രി വരെ. രാവിലെ എണീക്കുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് അയക്കണം, അവർക്ക് നാസ്തയുണ്ടാക്കണം, എന്നിട്ട് ഭർത്താവിനുള്ള നാസ്തയുണ്ടാക്കണം. അത് കഴിഞ്ഞാൽ ഇതെല്ലാം വൃത്തിയാക്കി കഴുകണം, പാത്രങ്ങൾ കഴുകണം, വീടടിക്കണം, വീട് തുടച്ചു വൃത്തിയാക്കണം, എന്നിട്ട് വസ്ത്രം അലക്കണം, വസ്ത്രം അയൺ ചെയ്യണം. അപ്പോഴേക്കും 11 മണിക്കുള്ള കഞ്ഞിക്കായി അതുണ്ടാക്കണം, അതിന്റെ പാത്രം കഴുകണം. അപ്പോഴേക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണമായി, പിന്നെ അത് കഴുകാനായി. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നിസ്കരിച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ വീണ്ടും ചായയായി. അത് കഴിഞ്ഞാൽ മഗ്‌രിബിന്റെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായി. പിന്നെ ഉറങ്ങുന്നത് 9 മണിക്ക് പാത്രങ്ങൾ കഴുകണം. ഇങ്ങനെ വിശ്രമമില്ലാതെ മെഷീനുകൾ പോലെ, എഞ്ചിനുകൾ പോലെ അധ്വാനിച്ചിട്ട് നമ്മൾക്ക് തികയുന്നില്ല. അതിന് പുറമെ നമ്മുടെ ഡ്യൂട്ടികൾക്ക് വരെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ ക്ഷണിക്കുന്നു. നബിതങ്ങൾ അങ്ങനെയല്ല ചെയ്തിരുന്നത്. നബിതങ്ങളുടെ ഡ്യൂട്ടിക്ക് ഭാര്യമാരെ ക്ഷണിച്ചിട്ടില്ല. അവരുടെ ഡ്യൂട്ടിയിൽ നബിതങ്ങൾ കൂടെ നിന്നതാണ്. നമ്മൾ അവരെ വിളിക്കുന്നു. എനിക്കറിയാം എത്രയോ ഭർത്താക്കന്മാരെ രാവിലെ എണീറ്റ് തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, പാടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് തെങ്ങിന് വെള്ളം പിടിക്കാൻ, കവുങ്ങിന് വെള്ളം പിടിക്കാൻ, അവിടെയുള്ള ഓലകളും പട്ടിലുകളും കൊണ്ടുവരാൻ. എന്നിട്ട് കൃത്യമായി അവർ 11-12 മണിക്ക് വീട്ടിലെത്തിയാൽ അവർ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കണം. ഉച്ചയ്ക്കില്ല. ഭർത്താവ് വിശ്രമിക്കും, കിടന്നിറങ്ങും. എന്നിട്ട് 2 പേരും ഭക്ഷണം കഴിച്ചാൽ വീണ്ടും ഭാര്യയെ കൂട്ടി അടുക്കളയിലുള്ള ഭാര്യയെ കൂട്ടി പാടങ്ങളിലേക്ക് പോകും. എവിടെ ഈ പെണ്ണിന് വിശ്രമം എവിടെ? എന്നിട്ട് കൃത്യമായി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേര് ചീത്തയും. ഈ രീതിയിൽ ഭാര്യമാരോട് വളരെ മോശമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ പഴയ കാലങ്ങളിൽ ഇഷ്ടം പോലെയുണ്ട്. ഇന്നത് അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പുതിയ ചെറുപ്പക്കാരിലും ഇത്തരം സ്വഭാവക്കാരില്ല, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതമാണ്, അവരുടെ ദാമ്പത്യ ജീവിതമാണ്. നബിതങ്ങൾ എങ്ങനെ ജീവിച്ചു, ഭാര്യമാരോട് എങ്ങനെ പെരുമാറി. നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ പിണക്കമുണ്ടായിട്ടില്ലയോ? എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം വളരെ മാന്യമായ രീതിയിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിവാഹം കഴിക്കാൻ പോകുന്ന എല്ലാവരോടും പറയാനുള്ളത്, പെണ്ണിന്റെ കടമ പഠിക്കണം, ആണിന്റെ കടമ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ഇപ്പൊ ഞാൻ നമ്മളൊരു സുഹൃത്ത് ദാറുദയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
പക്ഷെ അളവ് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗം ഞാൻ കൊണ്ടുവന്നത് എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂപ്പരെ കൊണ്ട് പ്രസംഗിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ കാസർഗോഡ് നിന്ന് ഇവിടം വരെ വരണ്ടേ, ഇതൊന്ന് റെസ്റ്റ് എടുത്താലേ ഇത് ശരിയാവുള്ളൂ. അപ്പൊ ഇന്നിപ്പോ നാളത്തെ ഇന്ന് നിർബന്ധിച്ച നാളെ കൊണ്ട് ഞാനത് ശരിയാവില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇത്ര ചർച്ച ചെയ്തു. ഇനി നമ്മുടെ ഈ മഹത്തായ മദ്രസയിലേക്ക് ഒന്നില്ലാതെ അടുത്ത് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എണീറ്റിട്ട് അടുത്ത് വരുന്നത് അടുത്ത് ഇവിടെ വന്നിട്ട് വയസ്സായ ആളുകളുണ്ടെങ്കിൽ ഇരുന്നോളൂ, നിൽക്കാൻ കഴിയാത്ത വയസ്സന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നോളൂ, ഇല്ലാത്തവർ തോന്നിട്ടുള്ള എന്ത് വായിക്കാമെന്നല്ലോ ഉണ്ടാ. നാളെ മജ്‌ലിസ് നൂറുണ്ട്. നിങ്ങളുടെ കവർ നിങ്ങൾ ആ കവർ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ സഹകരിക്കുക. വാർത്ത ആ കസേരയൊക്കെ മാറ്റി വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയസ്സന്മാരെ ഇരിക്കുന്നവരിട്ടാണ് വയസ്സുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. കഴിയുന്ന ആളുകളൊക്കെ ഏറ്റെടുക്കട്ടെ. ഇന്ന് നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടാവും കബറിൽ കിടക്കുക. അവരിന്ന് കബറിൽ ശിക്ഷിക്കപ്പെടുകയാണോ അല്ല സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുകയാണോ നമ്മൾക്കറിയില്ല. അവർ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവരാണ്. അവരിന്ന് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അമൽ ചെയ്യാനൊന്നും പറ്റാത്ത ലോകത്താണ്. അവർക്ക് ഇന്ന് കിട്ടുന്ന അമല് മക്കളായ നമ്മുടെ അമലാണ്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ സ്ത്രീകളിലോ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ അവരുടെ കബറിടം സ്വർഗീയമാവാൻ വേണ്ടി നമ്മുടെ ഉമ്മ ഇപ്പൊ ഞാന് എടിക്കേരിയിൽ നിന്ന് ഞാൻ തോന്നുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മ ഉള്ളിയൊക്കെ മുറിക്കുന്നു. ഉള്ളി മുറിക്കാനും ഞാൻ ഉള്ളി മുറിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ശബ്ദം കേട്ടപ്പോൾ തന്നെ ഉമ്മ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ചുക്കുകാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശബ്ദത്തിന് വേണ്ടിയിട്ട് ഉമ്മ പോയിട്ട് സ്വയം ചെയ്യാണ്. ഉമ്മമാരുടെ സ്നേഹം ഒരിക്കലും പകരം വെക്കാനില്ലാത്ത സ്നേഹമാണ്. അതൊരു ഭാര്യയ്ക്ക് സ്നേഹം കഴിയില്ല. ഇത് ലോകത്തൊരു ഭാര്യയ്ക്കും ഉമ്മ നൽകുന്ന സ്നേഹം തന്നെ. ഭാര്യയുടെ സ്നേഹം എന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ്. ഉമ്മ ഒരിക്കലും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല സ്നേഹിക്കുന്ന സ്നേഹം. നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടാലും പിണങ്ങിയാലും ചോദിച്ചാലും അവര് പറഞ്ഞത് കേട്ടില്ലെങ്കിലും അവർ നമ്മൾ വെറുക്കൂല. നമ്മൾ ഇപ്പം ഒരു കാര്യം പോകാൻ പറഞ്ഞു എന്നിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉമ്മ ഉണ്ടാകാൻ നിൽക്കില്ല. ഉമ്മ അടുത്ത് നിൽക്കുമ്പോൾ ചായ ഉണ്ടാക്കി തരുമ്പോൾ എന്താ ഭാര്യ കാല ഭാര്യ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലെങ്കിൽ അന്ന് നാശമാക്കി തരുക. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യപ്പെട്ടു പിണങ്ങിയെങ്കിൽ അന്ന് നിങ്ങൾക്ക് വസ്ത്രമാക്കി തരില്ല, അയൺ ചെയ്ത് തരില്ല. നമ്മളിൽ നിന്ന് തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുന്നു ഉമ്മ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും ഉമ്മ നമ്മൾ തന്നേ. ആ ഉമ്മയും അതുപോലെ നമ്മൾ നീരാക്കി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പിതാവൊക്കെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുള്ള കാലത്തോളം കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പേടിക്കാനില്ല. അഥവാ നല്ല മക്കൾ സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പേടിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ പേരിൽ ഈ മഹത്തായ മദ്രസത്തിലേക്ക് വേണ്ടി നല്ലൊരു സിനിമ വാങ്ങിച്ചു ഒരു 5000 രൂപയോ ഒരു 2000 രൂപയോ 1000 രൂപയോ 5000 കഴിയുന്ന വഴിയാണ് ആർക്കെങ്കിലും താല്പര്യമുള്ള 5000 മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഹദിയ ചെയ്യും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ രംഗമാണ്. നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആ ഉമ്മയും ഉപ്പയും കബറിൽ കിടക്കുന്നതും തീജാനുകൾ കൊണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്നത് നിങ്ങൾ ഓർത്തിട്ട് നാളെ ഞാൻ അതേപോലെ മരണപ്പെട്ട് കിടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇതേപോലെ മക്കൾ ദുആ ചെയ്യണമെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ദുആ ചെയ്യും. ആരെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി
അല്ലാഹു രണ്ടുപേരും മരണപ്പെട്ടു, രണ്ടുപേരും അല്ലാഹു മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹു. അർഹമർ റഹീമായ റബ്ബേ, ഇതന്നെയാണ് ദുആ, ഇതിനെ ഞാൻ ദുആ ചെയ്യും. ഇനി വേറെ ദുആ ഇതുകൊണ്ട് ആത്മാർത്ഥത്തിന്റെ രാവിലെ പറയാം. സ്ത്രീകളും ഈ വിഷയം ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളൊക്കെ നാളെ മരണപ്പെട്ട് കിടക്കും. നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളെ ഉണ്ടാവും. മക്കള് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംഭാവന ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് ദുആ ചെയ്യണം. ഒരാളോടെ ചേർത്തു അല്ലാഹു ആ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് അതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, ആ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗീയമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വതക്ക നൽകിയാൽ ഖബറിടം വിശാലമാകുമെന്നും വെളിച്ചമാകുമെന്നും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്നും പഠിപ്പിച്ചത് നിന്റെ ഹബീബാണ് റബ്ബേ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു 5000 രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി സംഭാവന ചെയ്തത്. ഇന്നത്തെ രാത്രി തന്നെ ആ ഖബറിടങ്ങളെ ശിക്ഷിക്കപ്പെടുന്ന ഖബറിടങ്ങളാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് നീ ഉയർത്തണേ അല്ലാഹ്, ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗീയമായ ഖബറാണെങ്കിൽ അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവർ നിന്നോട് ചോദിക്കും എങ്ങനെയാണ് ഖബറിടം മാറിയത് എന്ന്. അപ്പോൾ നീ പറയണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതാണെന്ന്. എന്നിട്ട് ഈ മകനെ കണ്ട് കൺകുലൊക്കെ സന്തോഷിക്കാനുള്ള തൗഫീഖ് ആ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ തൃപ്തി ലഭിച്ച മക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതേപോലെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ, ക്യാൻസറൊക്കെ ഇന്ന് വളരെ വ്യാപകമാവുകയാണല്ലോ. രോഗം വരാതിരിക്കാൻ നിയന്ത്രിച്ചതിന്റെ കൂടെ രോഗം വരാതിരിക്കാൻ താവും മറലാക്കും രോഗങ്ങളുണ്ടെങ്കിൽ സ്വതക്ക നൽകി ചികിത്സിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് അവിടെ ഒരു വയസ്സായ ഒരു മനുഷ്യൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ 4th സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കിയാണ്. ഇന്ന് അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ഒരു ലക്ഷണമില്ല. ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സ്വതക്ക, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. അതേപോലെ നമുക്ക് പെരിന്തൽമണ്ണ അടുത്തല്ലേ, പെരിന്തൽമണ്ണ നമ്മിയൊക്കെ പറഞ്ഞ അടുത്താണ്. അവിടെ നമ്മളൊരു സൗഹൃദം ക്യാൻസർ വന്നിട്ട് 4th സ്റ്റേജിൽ നിന്ന് സ്വതക്ക കൊടുക്കാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്. അപ്പോൾ സ്വതക്ക കൊടുത്താൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. രോഗം വന്ന ആൾക്ക് രക്ഷപ്പെടാം, വരാത്ത ആളുകൾക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രോഗം വരാതിരിക്കാൻ, ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ വരാതിരിക്കാനും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഹദീസ് അല്ലാഹു നമ്മുടെ ഈ സുഹൃത്തിന് വലിയ അസുഖങ്ങളുണ്ടെങ്കിൽ അല്ലാഹു ശിഫിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാഹ്. ആരെങ്കിലും 5000 രൂപ മാതാപിതാക്കളുടെ പേരിൽ ഒരാളുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി തന്നെ ആ ഖബറിടം നീ സ്വർഗീയമാക്കി വെളിച്ചമാക്കി വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വല്ല ശിക്ഷയും അനുഭവിക്കുന്നുവെങ്കിൽ സ്വതയുടെ ബർക്കത്ത് കൊണ്ട് ശിക്ഷയെ നീ ഉയർത്തണേ അല്ലാഹ്. സ്വർഗീയ അവകാശിയാണെങ്കിൽ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ഈ മകനെ കണ്ട കണക്കുകളൊക്കെ സന്തോഷിക്കാനുള്ള അവസരം നൽകണേ റബ്ബേ. മാറാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, കുടുംബങ്ങളിൽ മക്കൾക്ക് മാറാ രോഗങ്ങളോ അസുഖങ്ങളോ അപകടങ്ങളോ നീ നൽകല്ല റബ്ബേ. അങ്ങനെ വലിയ പൈസ വന്നു സ്ത്രീകളിൽ നിന്നാലുണ്ടോ? ആരെങ്കിലുണ്ടോ സ്ത്രീകളിൽ നിന്ന്? പുരുഷന്മാർ കഴിഞ്ഞ 2 ആളുള്ളൂ. മൂന്നാമതൊരാളുണ്ടോ? മൂന്നാമതൊരാളുണ്ടെങ്കിൽ പോക്കിക്കോളൂ. അല്ലാഹു തന്ന ശിഫാണ്, അല്ലാഹു തന്ന നിഅമത്താണ്. തങ്ങളല്ലേ ആദരണീയരായ സ്നേഹിതവർഗം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നല്ലൊരു സംഖ്യ ഹദീസ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക്
അല്ലാഹുവേ മരണപ്പെട്ടു പോയ പിതാവിന്റെ കബറിടത്തിലേക്ക് അതിന്റെ സംഭാവനയുടെ പൂർണ്ണമായ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ ആ കബറിടം നീ വിശാലമാക്കി കൊടുക്കറബ്ബേ, സ്വർഗീയമാക്കി കൊടുക്കറബ്ബേ, സ്വർഗത്തിലെ ഉന്നതമായ ദറജ നീ നൽകണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാവിനും ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ റബ്ബേ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ, മക്കളിൽ, ഭാര്യ സന്താനങ്ങളിൽ മാറാ രോഗങ്ങൾ നൽകല്ല റബ്ബേ. ഈ സ്വതഫയുടെ വറക്കത്തുകൊണ്ട് അസുഖങ്ങൾ നൽകല്ലേ അല്ലാ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ നീ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ഈ സംഭാവന ചെയ്ത ആളുകൾ അവരുടെ മാതാപിതാക്കൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊന്നും സ്വന്തം ഉണ്ടാക്കി പറയുകയല്ല, നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ സംഭാവന ചെയ്യുന്നത്. അല്ലാഹുവേ നീ സ്വീകരിച്ചവരുടെ കബറിടത്തിലേക്ക് നിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉപ്പയുടെയും ഉമ്മയുടെയും മുത്താപ്പയുടെയും മുത്തമ്മയുടെയും പേരിൽ 10,000 രൂപ അല്ലാഹുവേ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വതക്ക സ്വീകരിക്കണേ റബ്ബേ. ഇന്നത്തെ രാത്രി തന്നെ ഖബറിടങ്ങളിൽ അത്ഭുതകരമായ മാറ്റം നീ ഉണ്ടാക്കണേ അല്ലാ. ഖബറാളികൾ നിന്നോട് ചോദിക്കും അന്നാ ലി ഹാദാ, അല്ലാഹുവേ എങ്ങനെ എന്റെ ഖബറിടം മാറി എന്ന് ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടിയുമുണ്ട്, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ ജീവിച്ചിരിക്കുന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തതുകൊണ്ടാണ് ഈ ഖബറിടത്തെ മാറ്റിയത് എന്ന് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളോട് അല്ലാഹു പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ, മുത്താപ്പയുടെയും മുത്തമ്മയുടെയും പേരിൽ 10,000 രൂപ അല്ലാഹുവേ ഇന്നത്തെ രാത്രി തന്നെ ഈ സംഭാവന ചെയ്ത ആളുകളുടെ ഖബറിടങ്ങൾ അല്ലാഹുവേ നീ വെളിച്ചമാക്കണേ, വിശാലമാക്കണേ അല്ലാ. ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. സ്വർഗീയ അവകാശികളാണെങ്കിൽ ദറജ നീ ഉയർത്തണേ റബ്ബേ. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സുഖം നൽകണേ റബ്ബേ. ഈ കുടുംബങ്ങളിലൊന്നും മാരകമായ രോഗങ്ങൾ നീ നൽകല്ലേ റബ്ബേ. നിന്റെ മദ്രസകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സഹായിച്ചതുകൊണ്ട് ഇവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ. ഇവരുടെ ആരോഗ്യം നീ ഏറ്റെടുക്കണേ അല്ലാ. കുടുംബത്തിലും മക്കളിലും ആഫിയത്തും ആരോഗ്യവും നിലനിർത്തി കൊടുക്കണേ റബ്ബേ. വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായ ശിക്ഷ നൽകണേ അല്ലാ. സ്ത്രീകളുടെ ഭാഗത്താകില്ലേ ആരും കൊടുക്കാനുള്ള ഒരാളും അതിനാരെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്ത് സ്വയം അറിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അൽഹംദുലില്ലാ ഒരാളുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഓരോ ഹർഫുകളും ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങൾ